ബാച്ചിലെ ആദ്യത്തെ ഒരു മോട്ടിവേഷൻ സെക്ഷനാണ് ഇന്ന് ഈ ഒരു ദിവസത്തിലൂടെ നടത്തപ്പെടുക. പ്രത്യേകിച്ച് ഇന്ന് ഈ ഒരു സെക്ഷൻ നടത്തുന്നത് ജേതോ ടെക്നോളജീസ് എന്ന് പറഞ്ഞിട്ട് IT മേഖലയിൽ ഒരു കൺസൾട്ടന്റായിട്ട് നിർവഹിക്കുന്ന സജു ബാബുജൻ ആൻഡ് ടീമാണ്. പ്രത്യേകിച്ച് സജു സാറ് പ്രത്യേകിച്ച് നല്ലൊരു മോട്ടിവേഷൻ സ്പീക്കറാണ്, അതുപോലെ ഒരു കരിയർ ഗൈഡറാണ്, അതുപോലെ നമ്മുടെ ഒരു ജീവിതത്തിൽ എങ്ങനെ സക്സസ്ഫുൾ പേഴ്സൺ ആവാം അല്ലെങ്കിൽ സക്സസ് എങ്ങനെ അച്ചീവ് ചെയ്യാം എന്നുള്ള രീതിയിലുള്ള ഒരു ക്ലാസ്സാണ് ഇന്ന് നമുക്കിവിടെ എടുക്കുന്നത്. പ്രത്യേകിച്ച് സജു ബാബുജൻ സാറിന്റെയും ടീമിനെയും MSSന്റെ പേരിലും ഇവിടെ ആയിരിക്കുന്ന ഇവരെല്ലാം DDGക്ക് എല്ലാ സ്റ്റുഡൻസിന്റെ പേരിലും ഏറെ കൃത്യമായി സ്വാഗതം ചെയ്യുന്നു. Good morning all. Let's start with a prayer. Close your eyes for 2 minutes and pray for the successful of this program. പ്രോഗ്രാമിന് ഒരു ടൈറ്റിൽ കൊടുത്തിരുന്നു, കണ്ടിരുന്നോ നിങ്ങൾ ആരെങ്കിലും? ഓക്കെ, കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ് എ സക്സസ് മന്ത്ര എന്നാണ് അതിന് ടൈറ്റിൽ കൊടുത്തിരുന്നത്. കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ് എ സക്സസ് മന്ത്ര. കുറച്ച് ഓപ്പണായിട്ട് നമ്മൾ സംസാരിക്കണം. വളരെ ഒരു 1.5 മണിക്കൂർ എടുത്ത പ്രോഗ്രാമാണ്. അപ്പോൾ എഫക്റ്റീവ് ആകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതുപോലെ സഹകരിക്കണം. ഒരു പക്ഷേ നിങ്ങൾ പലരും ഇങ്ങനെയുള്ള സെഷൻസുകളൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കാം. സാധാരണ ഞാൻ കണ്ടിട്ടുള്ളത് ഇങ്ങനെയാണ്, വർഷങ്ങളായിട്ട് ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ പോവുകയും ഇങ്ങനെ മറ്റുള്ളവരുടെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുകയും ഒക്കെ ചെയ്ത് ഞാൻ എടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ കണ്ടിട്ടുള്ള ഒരു പ്രത്യേകത ഇതാണ്, നമുക്ക് ആരെങ്കിലും ഒരു മോട്ടിവേഷൻ സെഷനൊക്കെ എടുക്കുന്നുണ്ട്, നല്ല കുറെ കഥകൾ പറയും, ചരിത്രത്തിൽ ജയിച്ച ആൾക്കാരുടെ കഥകൾ, കാലൊടിഞ്ഞിട്ടും പരിശ്രമിച്ച് ഒളിമ്പിച്ച് മെഡൽ നേടിയവർ, അങ്ങനെയുള്ള നമുക്ക് വിശ്വസിക്കാൻ പാടുപെടുന്ന തരത്തിലുള്ള കുറെ കഥകൾ പറയും. ഈ കഥകൾ പറയുമ്പോൾ നമ്മുടെ രോമം ഇങ്ങനെ എണീറ്റ് ഭയങ്കര ആവേശം. അത് നമ്മൾ ആ ബുക്കിൽ ആ പേപ്പറിലൊക്കെ എഴുതി വെക്കും. എന്നിട്ട് വൈകുന്നേരം നമ്മൾ കൂട്ടുകാരനെ കാണുമ്പോൾ ചോദിക്കും, ഇന്നവരുണ്ടായിരുന്ന പ്രോഗ്രാം അടിപൊളി പ്രോഗ്രാം, എന്തോ കഥകൾ കാര്യങ്ങളാണ് പറഞ്ഞത്, റിയലി ഇൻസ്പിറേഷനാണ് പറഞ്ഞത്. എന്നിട്ട് നമ്മൾ ഈ കുറച്ച് നോട്ട്സൊക്കെ എഴുതി വെച്ചതാണല്ലോ ഈ ബുക്ക് കൊണ്ട് അങ്ങോട്ട് വീട്ടോട്ട് ഇട്ട് കഴിഞ്ഞിട്ട് ഒരു 2 ആഴ്ച കഴിയുമ്പോൾ ഏതെങ്കിലും കൂട്ടുകാർ അന്നത്തെ പ്രോഗ്രാം അതാരായിരുന്നു കണ്ടക്ട് ചെയ്തത്, പേരോർമ്മ ഒരാൾ. 1 മാസം കഴിഞ്ഞ ആ പ്രോഗ്രാമിലേക്ക് നമ്മൾ ചോദിക്കണേ പറയും, എന്തോ ഒരു പ്രോഗ്രാമാണ്, നമ്മൾ കംപ്ലീറ്റ്ലി അത് മറന്നുപോയി. ആക്ച്വലി നമ്മൾ കേട്ടത് കുറെ സക്സസ്ഫുൾ ആയ ആൾക്കാരുടെ കഥകളും എങ്ങനെ നമുക്ക് സക്സസ് ആകാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടത്. പക്ഷേ എന്റെ റിസൾട്ട് എന്തോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്നും നമ്മൾ സാധാരണ ആൾക്കാർ ഉൾക്കൊള്ളാറില്ല. കാരണം എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞു, പല ആൾക്കാരുമായിട്ടും ഇങ്ങനെ നേരക്കണക്കിന് ആൾക്കാരോട് സംസാരിക്കുന്നു വർഷങ്ങളായി. ഓക്കെ, ഞാൻ ആരാണെന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എൻ്റെ പേര് സാജു പാപ്പച്ചൻ എന്നാണ്. ഞാൻ സോഫ്റ്റ്വെയർ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. ഇപ്പോഴും സോഫ്റ്റ്വെയർ ഇൻഡസ്ട്രിയിൽ തന്നെ വർക്ക് ചെയ്യുന്നു. കഴിഞ്ഞ ഒരു 8 വർഷമായിട്ട് സ്വന്തമായിട്ടൊരു കൺസൾട്ടിങ് ട്രെയിനിങ് കമ്പനി നടത്തുന്നു. നിങ്ങൾ ജാവ എന്ന് കേട്ടിട്ടുണ്ടോ? ജാവ എന്തുവാ?
നിങ്ങൾക്ക് ജാവ അറിയാം? ജാവ അറിയാമോ? ലോകത്തിൽ എത്ര പേര് എത്ര മെഷീനുകൾ ജാവയിൽ വർക്ക് ചെയ്യുന്നുണ്ടോ? ജാവ എന്ന് പറയുന്ന ടെക്നോളജി ഉപയോഗിച്ചിട്ട് എത്ര ഡിവൈസസുകൾ വർക്ക് ചെയ്യുന്നുണ്ട്? അതിന്റെ ഒരു കണക്കുണ്ടോ? ഏതാണ്ട് 5 billion devices work on Java. And lakhs of people are working on Java. ഇന്നിപ്പോ നിങ്ങളുടെ റോഡിന്റെ അവിടെ ഇറങ്ങി എന്നിട്ട് നിങ്ങൾക്ക് ജാവ അറിയാമെന്ന് പറയുകയാണെങ്കിൽ ഏതെങ്കിലും സോഫ്റ്റ്വെയർ നിങ്ങളെ പിടിച്ചോളും. അതുപോലെ ഡിമാൻഡ് ലഭിക്കില്ല ജാവ. ഓക്കെ, കഴിഞ്ഞ 27 വർഷം ജാവ ഇറങ്ങിയിട്ട് 1995 ഇറങ്ങിയത്. അതുപോലെ ജാവയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. ജാവയിൽ പഠിപ്പിക്കുന്നുണ്ട്, കൺസൾട്ടിങ് ചെയ്യുന്നുണ്ട്. ജാവ പഠിപ്പിക്കുന്ന ലോകത്തിലേക്കും ഏറ്റവും എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളാണ് ഞാൻ. കാരണം ജാവ ഡെവലപ്പ് ചെയ്താലും പഠിപ്പിക്കുന്നില്ല. അതുകൊണ്ട് എന്റെ കമ്പനിയുടെ പേര് ജയത്രഡ് എന്നാണ്. JTHRED കമ്പനിയുടെ വെബ്സൈറ്റ് jayathrad.com. അപ്പം ഈ പ്രോഗ്രാമിൽ നേരത്തെ പറഞ്ഞത് കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ് സക്സസ് മന്ത്രം. അത് വിജയിക്കണമെങ്കിൽ ജീവിതത്തിൽ കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ് ഉണ്ടായിരുന്നു. ആത്മാർത്ഥമായിട്ട് സഹകരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവും. ആത്മാർത്ഥമായിട്ട് സഹകരിക്കുകയാണെങ്കിൽ സിസിലിയുടെ ഒരു വീക്ക് പോയിന്റ് എന്നുണ്ട്. ഇത് ഒരു വീക്ക് പോയിന്റ്. ഇന്ന കാര്യം ഞാൻ എനിക്ക് അത്ര പോരാ, അതൊന്ന് ഡെവലപ്പ് ചെയ്യണമെന്ന് ഞാൻ കാണുന്നില്ല. ഒരു വീക്ക് പോയിന്റ് പറയാം. ഇപ്പോൾ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ, ഇംഗ്ലീഷ് നല്ലോണം സംസാരിക്കും. ടെൻഷൻ ഉണ്ട് അല്ലേ? ഓക്കെ, സിസിലി എന്ത് കഴിഞ്ഞാണ്? ഡിഗ്രി കഴിഞ്ഞു. അപ്പൊ ടെൻഷൻ എന്താ? സ്റ്റേജ് വന്നിക്കാനാണ് ടെൻഷൻ? അല്ലല്ല, സ്റ്റേജ് വന്നിക്കാനാണ് ടെൻഷൻ. പിന്നെ എക്സാം സമയത്ത് ടെൻഷൻ ഉണ്ടോ? 2 വർഷം മുമ്പ് ആരെങ്കിലും ഇതുപോലെ സിസിലിയോട് ചോദിച്ചിരുന്നു, സിസിലിയുടെ ഒരു നെഗറ്റീവ് പോയിന്റ് എന്താണ്, അല്ലെ ഒരു വീക്ക് പോയിന്റ് എന്താണ് എന്ന് ചോദിച്ചിരുന്നെങ്കിൽ പിന്നെ ടെൻഷൻ എന്ന് പറയുമായിരുന്നു? മാറ്റാൻ എന്ത് ചെയ്ത്? ഓക്കെ, എന്നിട്ട് നടന്നില്ല. ഓക്കെ, ഇനി സിസിലിയുടെ പഠനം ഇത് എത്ര നാൾ കൊണ്ടുണ്ട് ഇവിടെ? ഇനി 6 മാസം കൊണ്ട്, ഇനി 5 മാസം കൊണ്ട്. ഓക്കെ, 3 മാസം കൂടെ കഴിയുമ്പോൾ നമ്മളൊരു ഫോളോ അപ്പ് സെഷൻ ചെയ്യാൻ വരാം. അന്നേരം സിസിലി പറയാൻ പോകുന്ന വാചകം ഞാൻ ഇപ്പോഴേ പറയാം. എന്റെ ജീവിതത്തിൽ ഒരു കാര്യത്തിനും ടെൻഷനില്ല. ഇത് ആദ്യമേ തന്നെയാണെങ്കിൽ പ്രഖ്യാപിച്ചിരിക്കും. സിസിലി എന്തുകൊണ്ട് ചെയ്യുന്നേ? Okay, 3 മാസം കഴിഞ്ഞ് Cecily is going to tell a testimony that I do not have any tension at all. അപ്പൊ ചില ഞാൻ ഈ ഒത്തിരി കുട്ടികളായിട്ട് സംവാദിക്കാറുണ്ട്. അപ്പൊ ചിലർ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ അതാണ് എന്റെ ഒരു പ്രശ്നം, എനിക്ക് ഭയങ്കര ആഗ്രഹം. അപ്പൊ ഞാൻ കഴിയും. അപ്പം ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ അപ്പൊ ഈ പ്രശ്നം എന്തുണ്ടായിരുന്നു? 3 മാസം ഉണ്ടായിരുന്നു, 3 വർഷം ഉണ്ടായിരുന്നു, ഉണ്ടായിരുന്നു. 2 വർഷം മുമ്പ് ആർക്കും ഉണ്ടായിരുന്നു, 1 വർഷം മുമ്പ് ഉണ്ടായിരുന്നു. ഇപ്പോഴും ആക്ച്വലി നമുക്കറിയാം ഈ പ്രശ്നം ഉണ്ടെന്ന് അറിയാം. പക്ഷെ എന്തുകൊണ്ടോ നമ്മൾ അതിനൊരു ഒരു പരിഹാരം കണ്ടെത്താൻ പറ്റില്ല. ജീവിക്കാനും ജീവിതത്തിലെ വിജയം നേടാനായിട്ട് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. ഇഷ്ടംപോലെ ടോക്സ് യൂട്യൂബിൽ കിടക്കും, ഇഷ്ടംപോലെ കാര്യങ്ങൾ കിടക്കും. അപ്പൊ അതൊക്കെ കൊണ്ട് പറയാൻ തുടങ്ങിയാൽ പിന്നെ ഒരാഴ്ച കഴിഞ്ഞാൽ പോലും തീരുന്നില്ല. ഈ ഒരു സെഷൻ 5 മിനിറ്റ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യണമെന്ന് ഇവരാരെങ്കിലും പറയുകയാണെന്നിരിക്കട്ടെ. ഇവർക്ക് 5 മിനിറ്റ് നേരെ സമയം ചെയ്തു, 5 മിനിറ്റ് കൊണ്ട് തീർക്കണം, അത് കഴിഞ്ഞിട്ട് എനിക്ക് പോകാം എന്ന് പറഞ്ഞിരുന്നില്ല. ഞാനിത് 5 മിനിറ്റ് കൊണ്ട് തന്നെ ചെയ്യുമായിരുന്നു. അതെങ്ങനെ ചെയ്യുമായിരുന്നു? ആദ്യം ഞാനൊരു 2-3 വർഷങ്ങൾക്ക് മുമ്പ് ഒരു അന്നത്തെ US നേവിയുടെ ചീഫായിരുന്ന ഒരാള് ടെക്സാസിൽ വന്നിട്ട് അദ്ദേഹത്തിന്റെ സ്റ്റുഡൻസിനെ അഡ്രസ് ചെയ്യുമ്പോൾ പുള്ളി പറഞ്ഞ ഒരു ടോക്ക് ഞാൻ കേട്ടു. ആ ടോക്ക് ഞാനൊന്ന് പ്ലേ ചെയ്യാം. ഒരു 6 മിനിറ്റ് ഉണ്ട്, 6 മിനിറ്റ് ഒന്ന് കേൾക്കാം. ഇതിനകത്ത് എഴുതി കാണിക്കുന്നുണ്ട്.
ലിങ്ക് വേണേ എനിക്ക് അയച്ചുതരാം, നിങ്ങൾക്ക് കേൾക്കാം. അപ്പൊ പുള്ളി പറഞ്ഞ് എന്താ പറഞ്ഞെന്തോ മനസ്സിലായോ? If you want to change the world, start off by making your bed in the morning. നിങ്ങൾക്ക് ലോകം മാറ്റി മറിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കിടക്കപ്പായ ഒന്ന് മടക്കി വെക്കണം. അതായത് രാവിലെ എണീറ്റ് കഴിയുമ്പോൾ the first task of the day is to make your bed. Make your bed എന്നൊരു പ്രയോഗമാണ്. നമ്മൾ കിടക്കുന്ന പായ ഒന്ന് മടക്കി വെക്കുക. ഇപ്പൊ കടലയിൽ കിടക്കുന്ന ആ പുതപ്പൊക്കെ ഒന്ന് മടക്കി റെഡിയാക്കി. അത് ചെയ്യുന്നത് വഴി we get a sense of pride which gives you an inspiration to take up the next task and the next and the next. പിന്നെ പുള്ളിയുടെ നേവിയിലുള്ള കുറെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ശരി, അപ്പൊ പിന്നെ അതിനകത്ത് ആ മെസ്സേജ് ഞാൻ കേൾക്കണമെന്ന് ഉദ്ദേശിച്ചത് നിങ്ങളുടെ വിജയം അളക്കേണ്ടത് നിങ്ങളുടെ പേഴ്സിന്റെ വലുപ്പം കൊണ്ടല്ല എന്നൊക്കെയുള്ള ആ ഒരു ഹൃദയം അങ്ങനെ ഒരു തരത്തിൽ സംസാരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് മുഴുവൻ കേൾക്കുന്നത്. പക്ഷെ അത് പ്രധാന മെസ്സേജ്. ഞാൻ എഞ്ചിനീയറിംഗ് പഠിച്ചത് മംഗലാപുരത്താണ്. അപ്പൊ അവിടെ പഠിച്ച് എഞ്ചിനീയറിംഗ് പഠിച്ച സമയത്ത് അവിടെ ടഫായിരുന്നു. നമ്മുടെ സിലബസ് ഒക്കെ ഇച്ചിരി ടഫായിരുന്നു. മാത്സ് എന്ന് പറഞ്ഞൊരു പേപ്പറുണ്ടായിരുന്നു, മാത്തമാറ്റിക്സ്. അപ്പൊ മാത്തമാറ്റിക്സിൽ ഞാൻ ആ ഫസ്റ്റ് സെമസ്റ്റർ ഒരു മാത്സ് പേപ്പർ ഉണ്ട്, ഞാനത് തോന്നി. രണ്ടാമത് എഴുതി, മൂന്നാമത് തോറ്റു, നാലാമത് തോറ്റു, അഞ്ചാമത് തോറ്റപ്പോൾ എനിക്ക് 1 വർഷം തോറ്റു. പിന്നെ 6ാമത് ഒരു അറ്റംപ്റ്റ് നടത്തി, അതും തോന്നി. അപ്പൊ ഞാൻ കോളേജിൽ പുറത്തായി. എനിക്ക് പിന്നെ പഠിക്കാൻ പറ്റുന്നില്ല. ഇനി ഞാൻ വീട്ടിൽ പറഞ്ഞിട്ടില്ല. വീട്ടിൽ ഭയങ്കര പേടി, അച്ഛനമ്മ അധ്യാപകരൊക്കെ ഭയങ്കര പേടി. അപ്പൊ എനിക്ക് 2 ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഒന്നുകിൽ എങ്ങനെയും പഠിച്ചെത്തി കുത്തി ഒന്ന് പാസ്സാക്കുക, അല്ല എന്നുണ്ടെങ്കിൽ എഞ്ചിനീയറിംഗ് എന്നുള്ള സ്വപ്നം ഉപേക്ഷിക്കുക. ഞാൻ എൻ്റെ പോളിടെക്നിക് കഴിഞ്ഞിട്ടാണ് എഞ്ചിനീയറിംഗ് പോയത്. പോളിടെക്നിക് മതിയാന്ന് വെച്ചൊക്കെ ചെയ്തു. ഇവിടെ ഞാൻ പൈസയൊക്കെ മുടക്കി ചിലവൊക്കെ ചെയ്ത് അവിടെ താമസിക്കുകയൊക്കെ ചെയ്തു. അപ്പൊ ഇതൊരു ഭയങ്കര വിഷമം ഉണ്ടാക്കുന്നത്. അപ്പൊ അന്നത്തെ ഒരു അവസ്ഥ നിങ്ങൾക്ക് മനസ്സിലാവും, ഭയങ്കര വിഷമം ഉണ്ടാക്കുന്നത്. പക്ഷെ ഞാൻ ഈ 2 ഓപ്ഷനും അല്ല എടുത്തത്. അടുത്ത എക്സാമിന് എത്തിക്കുത്തി പാസ്സാവുന്നല്ല, മാത്സിന് ഫുൾ മാർക്ക് വാങ്ങിച്ച പാസ്സായി. സിംഗിൾ ഡിജിറ്റ് കിട്ടിക്കൊണ്ടിരുന്നത് ഞാൻ മാത്സിന് ഫുൾ മാർക്ക് വാങ്ങിച്ചു പാസ്സായി. വേറൊരു ഇൻസിഡന്റ്, ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞ് 11ഉം 12ഉം ക്ലാസ് അറിയാലോ, പ്രീ ഡിഗ്രി എന്നാണ് ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത്. ഞാൻ പഠിച്ചത് ചങ്ങനാശ്ശേരി SB കോളേജ്. ഇപ്പൊ ചങ്ങനാശ്ശേരി SB കോളേജ്, തിരുവനന്തപുരം മാധവൻസ് കോളേജ്, ഇതൊക്കെയാണ് അന്നത്തെ ഫേമസ് കോളേജ്. അവിടെ പഠിക്കും. നിങ്ങൾ രാജീവ് നാരായണ സ്വാമി എന്ന് പറഞ്ഞ ഒരാളെ കേട്ടിട്ടുണ്ടോ? സെർച്ച് ചെയ്ത് നോക്കിയത്. രാജീവ് നാരായണ സ്വാമി എഴുതിയ പരീക്ഷയ്ക്ക് മുഴുവൻ ഫസ്റ്റ് റാങ്ക് കിട്ടുള്ളത്. SSLCക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടി, പ്രീ ഡിഗ്രിക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടി, IITക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടി, IASന് ഫസ്റ്റ് റാങ്ക് കിട്ടി. കോട്ടയം കളക്ടറൊക്കെ ആയിരുന്നു. പിന്നെ ഇടയ്ക്ക് വേറെ ഡിപ്പാർട്ട്മെന്റിലൊക്കെ പോയി സസ്പെൻഷനായിരുന്നു മോസ്റ്റ് ഓഫ് ടൈം, സിൻസിയർ ആയതുകൊണ്ട്. ഞങ്ങൾ ഒന്നിച്ച് പഠിക്കാം. അപ്പൊ ഞാൻ ഈ SB കോളേജിൽ പോയപ്പോൾ അവിടെ എനിക്ക് മാത്രം ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയത്തില്ല. കാരണം ഞാൻ ഈ അടൂർ പറക്കോട്ടുള്ള ചെറിയ സമരം സ്കൂളിൽ പഠിച്ചു പോകുന്നു. എനിക്ക് മാത്രം ഇവിടെ ഇംഗ്ലീഷ് പറയാൻ പറ്റില്ല. അവിടെ വന്നിരിക്കുന്നവരെല്ലാം ഹൈ സ്റ്റാൻഡേർഡ് ഉള്ളവരാണ്. ഒന്നീ പുറത്ത് പഠിച്ചവരാണ്, അല്ലെങ്കിൽ CBSE ICSE അങ്ങനെയുള്ള സിലബസ് ഒക്കെ പഠിച്ച് നല്ലോണം മിടുക്കന്മാരായിട്ട് വന്നിരിക്കുന്നവരാണ്. അപ്പൊ എനിക്ക് അവരെ കൊണ്ട് പിടിച്ചിരിക്കാൻ പറ്റുന്നില്ല. മാത്രമല്ല അതിന്റെ പേരിൽ കുറെ ഡിസ്ക്രിമിനേഷൻ ഒക്കെ അനുഭവിക്കേണ്ടി വന്നു. ഭയങ്കരമായിട്ടാണ്. അപ്പൊ 2 വർഷം ഞാൻ ഈ ഹോസ്റ്റലിൽ വന്ന് താമസിച്ച സമയത്ത് ഈ 2ാമത്തെ വർഷം എക്സാം തുടങ്ങുന്ന പ്രീ ഡിഗ്രിയുടെ എക്സാം വരുന്നതിന് മുമ്പ് ഒരു ഇന്റർ ഹോസ്റ്റലുകളെല്ലാം കൂടെ 400-450 മെമ്പേഴ്സ് ഈ സെക്കൻഡ് പ്രീ ഡിഗ്രി പഠിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഡിഗ്രിക്കാരുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, ഒരു ഇംഗ്ലീഷിന്റെ ടെസ്റ്റ് നടത്തിയ ഗ്രാമർ ടെസ്റ്റ്. അപ്പൊ എനിക്കൊരു ആഗ്രഹമുണ്ട്, അവിടുത്തെ ഏറ്റവും മോശക്കാരൻ ഞാനാണ്, ഒരു ദിവസമെങ്കിലും ഇവരുടെ മുമ്പിൽ നിന്ന് പ്രൂവ് ചെയ്യണമെന്ന് എനിക്കൊരാഗ്രഹമുണ്ടായിരുന്നു. ആ ടെസ്റ്റ് നടന്നു. ടെസ്റ്റ് നടന്നിട്ട് 2 ദിവസം കഴിഞ്ഞപ്പോൾ റിസൾട്ട് അനൗൺസ് ചെയ്തു. ആൾക്കാർക്കൊന്നും എന്നെ ആരും മൈൻഡ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ വിലയൊന്നും ഇല്ലാത്ത ആളല്ലോ. അപ്പോൾ അതിന്റെ റിസൾട്ട് വന്നപ്പോൾ ടഫ് ടെസ്റ്റ് 60 മാർക്കിൽ കൂടുതൽ കിട്ടിയത് 2 പേർക്കേ ഉള്ളൂ. ബാക്കിയുള്ളവർക്കെല്ലാം 60 മാർക്കിൽ കുറവ്, ഔട്ട് ഓഫ് 100. അതിൽ സെക്കൻഡ് വന്ന ആള് 77 മാർക്ക് വാങ്ങിച്ചു. അദ്ദേഹത്തിന്റെ പേര് ഷാജി സബാസ് എന്നാണ്. ഇപ്പോൾ ഡോക്ടറാണ്. ഫസ്റ്റ് വന്ന ആൾക്ക് 79 മാർക്ക് കിട്ടി. ആ ആളിന്റെ പേര് സാജു പാപ്പച്ചന്ദ്രൻ. ഓക്കെ, അത് അതിന് മുമ്പുള്ള ഒരു ഇൻസിഡന്റ്. ഇനി ഞാൻ
എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ടുള്ള ഒരു ഇൻസിഡന്റ് പറയാം. എഞ്ചിനീയറിംഗിന് എത്തിക്കുത്തിയൊക്കെ പാസ്സായി, മാസത്തിന് മാസം ഹയസ്റ്റ് മാർക്ക് കിട്ടി. പക്ഷെ പാസ്സായി കഴിഞ്ഞപ്പോൾ എന്റെ കൂടെ ഉള്ളവർക്കെല്ലാം നല്ല മാർക്ക്, എന്റെ കൂടെ ഉള്ളവർക്കെല്ലാം നല്ല മാർക്ക്. ഈ നല്ല മാർക്ക് വാങ്ങിച്ചു വന്നുകൊണ്ടിരുന്നു. അന്ന് സോഫ്റ്റ്വെയർ കമ്പനികളൊക്കെ വളരെ കുറവായിരുന്നു. പക്ഷെ നല്ല മാർക്കുള്ളവർക്കൊക്കെ എങ്ങനെയും ജോലി കിട്ടും. കാര്യം അവരുടെ അക്കാഡമിക്സ് നോക്കും, SSLC അല്ലെങ്കിൽ പ്രീ ഡിഗ്രി, എഞ്ചിനീയറിംഗിന്റെ ഒക്കെ മാർക്ക് ഇതൊക്കെ നോക്കുമ്പോൾ എന്റെ അക്കാഡമിക് റെക്കോർഡ്സ് വെരി ഇൻട്രസ്റ്റ്. അപ്പം എനിക്കത് ജോലി കിട്ടാൻ സാധ്യതയില്ല. അപ്പൊ ഞാൻ ഇങ്ങനെ ഭയങ്കരമായിട്ട് അലക്കണം. ഒത്തിരി സ്ഥലത്ത് ഞാൻ അപ്ലൈ ചെയ്തു. പക്ഷെ ഒരിടത്ത് പോലും എന്നെ വിളിക്കത്തില്ല. വിളിച്ചാൽ അവർ ഞാൻ പറയും എനിക്ക് കോഡിംഗ് ഒക്കെ അറിയാം, എന്നെ എടുക്കെടുക്കുന്നൊക്കെ പറയും, കാലം പിടിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ അവരെടുക്കത്തില്ല. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞ് പിന്നെ ജീവിക്കാൻ നിവൃത്തിയില്ലാതെ വന്ന സമയം ഞാൻ അവിടെ കോളേജിലെ കുറച്ചാൾ പഠിപ്പിച്ചു. പക്ഷെ പിന്നെ എന്തോ യാത്രകളൊക്കെ തെറ്റിപ്പോകാനായിട്ട് മനസ്സിലായി. ജീവിക്കാൻ നിവൃത്തിയില്ലാതെ വന്ന സമയത്ത് ഞാനൊരു ഹോട്ടലിൽ വെയിറ്ററായിട്ട് വർക്ക് ചെയ്തു. കാരണം ഭക്ഷണം കഴിക്കണമല്ലോ. അവിടെ ആകുമ്പോൾ ശമ്പളവും കിട്ടും, ഫുഡും കിട്ടും. അതായിരുന്നു എൻ്റെ ഒരു വില. അപ്പൊ അങ്ങനെ നിന്നിട്ട് ഞാൻ കുറച്ച് നാള് കഴിഞ്ഞിട്ട് ആ പാതയൊന്ന് മാറ്റി പിടിക്കാൻ തുടങ്ങി. അതിനുശേഷം നിങ്ങൾ IBM എന്ന് പറഞ്ഞ കമ്പനി കേട്ടിട്ടുണ്ടോ? IBM എന്ന് പറയുന്ന കമ്പനി അവരുടെ ഒരു പ്രസ്റ്റീജിയസ് പ്രൊജക്റ്റിന് വേണ്ടിയിട്ട് ഇന്ത്യയിൽ നിന്ന് 10 പേരെ പിക്ക് ചെയ്യാൻ തീരുമാനിച്ചു. അവരെ അയർലൻഡിൽ കൊണ്ട് അവിടെ വർക്ക് ചെയ്യുന്നു. കമ്പനി അവര് 10,000-കണക്കിന് റെസ്യൂമെ വന്ന് ഫിൽട്ടർ ചെയ്തിട്ട് അവസാനം അവർക്ക് 9 പേരെ മാത്രമേ കിട്ടിയുള്ളൂ. ഈ 9 പേരാണ് ഞാനായിരുന്നു. അപ്പൊ ഞാന് ഈ കഥകളൊക്കെ പിന്നീട് ഒരിക്കൽ 2012 ശേഷം എനിക്ക് ജീവിതത്തിലൊരു തിക്താനുഭവമൊക്കെ ഉണ്ടായി. അങ്ങനെ ഞാനിങ്ങനെ വെറുതെ ചില സ്ഥലങ്ങളിൽ പോയി ചിന്തിച്ചു. ജീവിതം ഒന്ന് പരിശോധിച്ച് നോക്കിയപ്പോൾ പരാജയപ്പെട്ടിടത്ത് നിന്നും വിജയിക്കാനായിട്ട് സഹായിച്ചത് എന്താണെന്ന് നോക്കി. എന്നിട്ട് ഞാൻ ഈ വേറെ ചില പരാജയപ്പെട്ട വ്യക്തികള് വിജയത്തിലോട്ട് വന്നവര് അവരുടെ കഥ പറഞ്ഞപ്പോൾ ആ കഥകളുമൊക്കെ ശ്രദ്ധിക്കണം. ഇത് വെച്ച് ഞാനൊരു പഠനം നടത്തി. ഏകദേശം 1 വർഷത്തോളം ഞാൻ ഒരു ജോലിയും ചെയ്തില്ല. ഞാൻ കടം വാങ്ങിച്ചു ജീവിച്ചു. കാര്യം എനിക്ക് ജോലിയില്ല, വരുമാനമില്ല, കടം വാങ്ങിച്ചു. നല്ല ജോലിയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ വിട്ടിട്ട് കാര്യമാണ്. 2010 1 വർഷത്തോളം I was doing this study. And finally I came to know that. Okay. എന്താ പറയുന്നത്, ഒത്തിരി കാര്യങ്ങളുണ്ട്. പക്ഷെ എൻ്റെ ഒരു രത്ന ചുരുക്കം പറഞ്ഞു. എല്ലാ ദിവസവും രാവിലെ ഒരു സമയത്ത് എണീക്കുകയും ഒരു പർട്ടിക്കുലർ ആക്ടിവിറ്റി മുടങ്ങാതെ സ്ഥിരമായി ചെയ്യുകയും ആ ആക്ടിവിറ്റി മിനിമം 20 മിനിറ്റെങ്കിലും ദൈർഘ്യമുള്ളതായിരിക്കണം. ചെയ്യുകയും ചെയ്താൽ ജീവിതത്തിന് മാറ്റങ്ങൾ സംഭവിച്ചു തുടങ്ങും. Doing one activity in the morning, preferably at the same time, which lasts at least for 20 minutes, will definitely change your life. 2013 സെപ്റ്റംബർ മാസം 7-ാം തീയതി ഞാൻ ചെയ്തു തുടങ്ങിയത് 2021 ഡിസംബർ മാസം 6-ാം തീയതി ഇന്ന് രാവിലെ വരെ മുടങ്ങാതെ ചെയ്തു. ആയിരക്കണക്കിന് വ്യക്തികള് ലോകത്തിന്റെ പല ഭാഗത്ത് ഈ അഡ്വൈസ് കേട്ടുകൊണ്ട് ഇങ്ങനെ ഒരു ആക്ടിവിറ്റി ചെയ്യുന്നു. ഇത് ഞാൻ 2013 സെപ്റ്റംബർ 7-ാം തീയതി മുതൽ ചെയ്യാൻ തുടങ്ങിയിട്ട് 15-ലോ 16-ലോ 17-ലോ ആണ് ഇദ്ദേഹത്തിന്റെ പ്രസംഗം ഞാൻ കേൾക്കുന്നത്. അദ്ദേഹം പറഞ്ഞ അത് തന്നെയായിരുന്നു. ഈ പ്രസംഗം അദ്ദേഹം നടത്തിയത് 2014-ലാണ്. 2014-ലാണ് പുള്ളി ഈ പ്രസംഗം നടത്തുന്നത്. അവിടെ പുള്ളി പറയുന്നത്, ഞാൻ 20 മിനിറ്റ് നേരം ദൈർഘ്യമുള്ളൂ. ഞാൻ രാവിലെ എണീറ്റ് തലയൊന്ന് ചീപ്പിയേക്കാം മതി. അങ്ങനെ കുഴപ്പ പരിപാടിയല്ല. ഞാൻ 20 മിനിറ്റെങ്കിലും ദൈർഘ്യമുള്ള ചെയ്യണമെന്ന് പറയും. പക്ഷെ പുള്ളി പറയുന്ന അത്ര ഒന്ന് കിടക്കപ്പായ, അതൊരു തമാശ പറഞ്ഞു, കിടക്കപ്പായ ഒന്ന് മടക്കി വെച്ചാൽ മതി. അത് ചെയ്യാനുള്ള മനസ്സുണ്ടെങ്കിൽ ചെയ്തു എന്താണ് പുള്ളി പറയുന്നത്. ഒരു പക്ഷേ നിങ്ങൾ ക്ലോസ് ആയിട്ടൊന്ന് വാച്ച് ചെയ്താൽ മതി. വൈദികര്, പൂജാരിമാര്, പാൽക്കച്ചവടക്കാര്, പത്രം കൊടുക്കുന്നവര്, ഇവരെയൊക്കെ
കുറച്ച് പേരെ റെഗുലറായിട്ട് രാവിലെ എണീറ്റിട്ട് അവരുടെ ജോലിക്ക് പോകുന്ന കുറച്ച് പേരെ നിങ്ങളൊന്ന് വാച്ച് ചെയ്താൽ മനസ്സിലാവും അവരുടെ ജീവിത രീതികളിൽ അവരനുഭവിക്കുന്ന ഒരു സന്തോഷം. ആക്ച്വലി ഞാൻ പറയും ബസ്സിന്റെ വലുപ്പമല്ല നമ്മുടെ വിജയം കണക്കാക്കുന്നത്, അവരനുഭവിക്കുന്ന ഒരു സന്തോഷം. അതിന്റെ റീസൺ ഇതാണ്, അവരോരോ ആക്ടിവിറ്റി എല്ലാം ചെയ്യും. എന്നോട് 5 മിനിറ്റ് കൊണ്ടോ 10 മിനിറ്റ് കൊണ്ടോ ഇത് കൺക്ലൂഡ് ചെയ്യണമെന്ന് പറഞ്ഞില്ലെങ്കിൽ ഞാൻ ഇത് പറഞ്ഞു നിർത്തിയായിരുന്നു. പക്ഷേ ഇതിനെ ഒന്ന് എലാബറേറ്റ് ചെയ്ത് നമുക്കൊന്ന് പോകാം. അപ്പൊ അതിനായിട്ട് ഞാനിവിടെ എന്താ പറയുന്നത്, ഇവിടെ ഞാനൊരു സ്ഥാപനം നടത്തുന്നുണ്ട്. അപ്പൊ അതിനകത്ത് ധാരാളം ആൾക്കാർ പഠിക്കുന്നുണ്ട്. അപ്പൊ സ്ഥാപനം തുടങ്ങി ഇങ്ങനെ കൊണ്ട് തുടങ്ങി 2013 തുടങ്ങി ഇങ്ങനൊന്നും പോകുന്നില്ല. 2010 അവിടെ പറയാൻ ഇത് വരും. അപ്പൊ ഇത് ചെയ്യുവാണെങ്കിലുള്ള ഗുണം ശ്രദ്ധിച്ചേക്കണം. ഇത് ചെയ്യുവാണെങ്കിലുള്ള ഗുണം, നമുക്ക് ജീവിതത്തിൽ പരാജയങ്ങൾ വന്നാലും അതിനെയൊക്കെ ഫേസ് ചെയ്യാനായിട്ട് നമ്മൾ പഠിക്കും. നമുക്കൊരു ആത്മധൈര്യം, നമ്മൾ കോൺഫിഡൻസ് എന്ന് പറഞ്ഞില്ലേ, നമ്മൾ അറിയാതെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യും. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഞാൻ ഇത്രയും പേരെ മുമ്പിൽ എന്ന് പറയുകയാണ്, കഴിഞ്ഞ 8 വർഷമായിട്ട് ഒരു ദിവസം പോലും മുടങ്ങാതെ ഞാൻ എല്ലാ ദിവസവും രാവിലെ എണീറ്റിട്ട് ഒരു ആക്ടിവിറ്റി ചെയ്യുന്നുണ്ട് എന്ന് പറയുമ്പോൾ എനിക്കുണ്ടാകുന്നൊരു കോൺഫിഡൻസ്. ഞാൻ കഴിഞ്ഞ ആഴ്ച എനിക്ക് വർക്ക് ലോഡ് കൂടുതലാണ്. ഞാൻ 4 മണിക്കാണ് നടന്നത്. എനിക്ക് 4 മണിക്ക് കോൺവെർസേഷൻ പോയി 4 മണിക്കാണ് നടന്നത്. ബട്ട് സ്റ്റിൽ ഐ സ്റ്റെപ്പ് ഓവർ ഒരു സമയം ഉറങ്ങണം ഒക്കെ പിന്നീട്. പക്ഷേ രാവിലത്തെ ആക്ടിവിറ്റി മുടക്കരുതെന്നുള്ള ഒരു നിർബന്ധമാണ്. അപ്പൊ ഈ ബിസിനസ് മേഖല തുടങ്ങി വന്നപ്പോൾ ഈ ആക്ടിവിറ്റി അങ്ങ് ചെയ്തു എല്ലാം വിജയിക്കുമെന്നല്ല അർത്ഥം. തുറന്നു പറയുന്നതിൽ ഒരു മടിയില്ല. 2015ലും 2017ലും 2015 16 ഞാൻ പാളയത്തിന് പള്ളിയുടെ പുറയിലാണ് താമസിക്കുന്നത്. അപ്പൊ ഞാൻ കുറഞ്ഞ ചെലവിൽ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ബേക്കറി ജംഗ്ഷൻ്റെ അവിടെ മോളെ ഇവിടെ നോക്കി ശരി, ബേക്കറി ജംഗ്ഷൻ്റെ അവിടെ തട്ടുകടയുടെ അവിടെ പോകും. അവിടെ ഒരു ദോശയുടെ വില അന്ന് 3 രൂപയായിരുന്നു. 4 ദോശയ്ക്ക് 12, ഓംലെറ്റ് കഴിക്കണേ 11 രൂപ കൊടുക്കണം. 23 രൂപ ആയിരുന്നു. പല ദിവസങ്ങളിലും ഈ ചില്ലറ തപ്പിട്ട് തികയാതെ പോയ ദിവസങ്ങളുണ്ട്. പക്ഷെ അതെനിക്ക് ഫേസ് ചെയ്യാൻ പറ്റി. 4 ദോശയുടെ എണ്ണം 3 ആക്കിയാലും വലിയ കുഴപ്പമൊന്നുമില്ല. എനിക്കത് പിടിച്ചു നിൽക്കാൻ പറ്റും. ഈ പിടിച്ചു നിൽക്കാൻ പറ്റിയതിന്റെ പ്രധാന കാരണം ഇതാണ്. ഇപ്പൊ ഇന്ത്യ തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ പല അമേരിക്കൻ കമ്പനികളും ഇപ്പോഴും UK വിളിച്ചു കോൾ വരുത്തുന്നുണ്ട്. അറ്റൻഡ് ചെയ്തിട്ട് പിന്നെ UK പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യണം. ആക്ച്വലി പറഞ്ഞാൽ 18 മണിക്കൂർ ജോലി ചെയ്താലും തീരാത്ത ജോലിയാണ്. അവർ വേറെ തരത്തിലോട്ട് അങ്ങ് മാറി. ഒരു പക്ഷെ ഇങ്ങനെ വീണപ്പോ ഞാനങ്ങ് വീഴാതെ പോയതിന്റെ രഹസ്യം ഇതാണ്. ഇത് തരുന്ന ഒരു ആത്മധൈര്യം. ഞാൻ എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ജൂനിയർ മോസ്റ്റ് ആയിട്ടുള്ള ഒരു എംപ്ലോയിയെ വിളിക്കാം. അദ്ദേഹത്തിന്റെ ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യും. ദെൻ വിൽ കണ്ടിന്യൂ. കഴിഞ്ഞ ഒരു വർഷമായി എന്റെ കൂടെ വർക്ക് ചെയ്യും. ഗുഡ് മോർണിംഗ് എവരിവൺ. ഓക്കെ, എന്റെ പേര് അമൃത എന്നാണ്. ഞാൻ 2020 ബിടെക് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ പാസ്വേഡാണ്. ഞാൻ ബിടെക് കഴിഞ്ഞ സമയത്ത് നമ്മൾ ഒരു പ്രൊഫഷണൽ കോഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത എന്താണ്, പിന്നെ ജോലിയാണ് എല്ലാവരും ഡ്രീം ചെയ്യുന്നത്. നമ്മൾ മാത്രമല്ല, നമ്മുടെ ചുറ്റുമുള്ളവരും അതാണ് ഡിമാൻഡ് ചെയ്യുന്നത്. ഒന്നുകിൽ എന്തെങ്കിലും പഠിക്കാൻ പോകണം, ഹയർ സ്റ്റഡീസ്, അല്ലെങ്കിൽ എന്തെങ്കിലും ജോലി മേടിച്ചിരിക്കണം. അപ്പോൾ ഞാൻ പഠിച്ചത് ഇലക്ട്രോണിക്സ് ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിലും അന്നൊക്കെ IT ഫീൽഡ് ഭയങ്കരമായിട്ട് ഭയങ്കര ജോബ് റിക്വയർമെന്റ്സ് വരുന്നുണ്ടായിരുന്നു. ഇപ്പോഴും ഭയങ്കര റിക്വയർമെന്റ്സ് ഉണ്ട് അന്നേരത്തേക്കായാലും. അപ്പോൾ എന്നെ സംബന്ധിച്ച് IT എന്ന് പറയുന്നത് എനിക്ക് അത്ര ഡൈജസ്റ്റ് ആവാത്ത ഫീൽഡാണ്. IT നിങ്ങൾക്ക് അറിയാലോ, പ്രോഗ്രാമിംഗ്, ലോജിക്ക്, C++, ഹാഷ് ഇൻക്ലൂഡ് എന്ന് പറഞ്ഞിട്ടൊക്കെ ഞങ്ങൾക്ക് ആ പേപ്പേഴ്സ് ഒക്കെ പഠിക്കാനും ഉണ്ടായിരുന്നു. സോ പല റീസൺസ് കൊണ്ടും എനിക്ക് IT എന്നൊരു ഫീൽഡിനോട് യാതൊരു താല്പര്യമില്ലായിരുന്നു. പിന്നുള്ളത് എന്താ, എൻ്റെ കോർ ഫീൽഡാണ്. കോർ ഫീൽഡിനെ സംബന്ധിച്ച് ജോലിയുടെ സാധ്യത വളരെ കുറവായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ബിടെക് കഴിഞ്ഞൊരു ട്രെൻഡുണ്ട്, എല്ലാവരും ഒരു കോഴ്സ് പഠിക്കാൻ പോകും. അപ്പം നിങ്ങളൊക്കെ ചെയ്യുന്ന പോലെ ഒരു കോഴ്സ് ചെയ്യണം. 3 months, 2 months അല്ലെങ്കിൽ 6 months ഒരു കോഴ്സ് ചെയ്യും.
അപ്പൊ എനിക്ക് എല്ലാവരും ഐ ടിയിലോട്ടാണ് പോകുന്നത്, ഇലക്ട്രോണിക്സ് ആണെങ്കിലും ഐ ടി കോഴ്സിലാണ് പോകുന്നത്, ജോലി കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നത്. എനിക്ക് കോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് താല്പര്യം ഇല്ലായിരുന്നു, കാരണം എനിക്ക് ഐ ടി ഇഷ്ടമല്ല. എന്നിട്ടും ഒരു ദൈവനിമിത്തം എന്നൊക്കെ പറയാം, അങ്ങനെ ഒരു ജയത്രനിലോട്ടൊരു കോള് എനിക്ക് വിളിക്കേണ്ടി വന്നു. സാറിനെ പരിചയപ്പെട്ടു. അതിനുശേഷം ഞാൻ പറഞ്ഞു, സാർ എനിക്ക് ഐ ടി അത്ര ഇൻട്രസ്റ്റ് അല്ല. സാർ പറഞ്ഞു 1 വീക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യും, അതിനുശേഷം ഞാൻ പറയുന്ന ചില കാര്യങ്ങളൊന്ന് ഫോളോ ചെയ്യാൻ പറഞ്ഞു. അതിനുശേഷം ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞു. ചില കാര്യങ്ങൾ ഫോളോ ചെയ്യണം, ചില പ്രാക്ടീസസ് ഉണ്ട്, അത് ഫോളോ ചെയ്യണം, അതിനുശേഷം ക്ലാസ് അറ്റൻഡ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇഷ്ടപ്പെടാത്തതോ അല്ലെങ്കിൽ നമുക്ക് പറ്റത്തില്ല എന്ന് പറയുന്ന കാര്യങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു വിജയം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഞാൻ പറയുന്ന കേട്ടാൽ മതി. സാർ എന്നോട് പറഞ്ഞതിൽ ഒരെണ്ണം ഇപ്പൊ പറഞ്ഞ ഡെയിലി ആക്ടിവിറ്റി ആയിരുന്നു. അതായത് രാവിലെ ഒരു കൃത്യസമയത്ത് എഴുന്നേൽക്കുക, അറ്റ്ലീസ്റ്റ് 20 മിനിറ്റ്സ് എങ്കിലും നീണ്ടു നിൽക്കുന്ന ഒരു ആക്ടിവിറ്റി ചെയ്യുക. ഇതായിരുന്നു ഫസ്റ്റ് ടാസ്ക്. വേറെ കുറെ കാര്യങ്ങളുണ്ട്. ശരിയാണ്, ലേറ്റ് ആയിട്ട് കിടക്കുക, ലേറ്റ് ആയിട്ട് എണീക്കുക, ഒരു ഓർഗനൈസ്ഡ് ഒന്നും അല്ലായിരുന്നു. വീട്ടൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ റെസ്റ്റ് എടുക്കുന്ന സമയം അതുകൊണ്ട് ഇഷ്ടംപോലെ ഉറങ്ങുമായിരുന്നു. അപ്പം പിന്നെ ഭാവിയെ കുറിച്ച് ഇങ്ങനെ കൃത്യമായുള്ള തീരുമാനങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഉറങ്ങുമായിരുന്നു. അപ്പം സാർ എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യം ഞാൻ ചെയ്തു തുടങ്ങി. അപ്പം ഇനിഷ്യലി ഞാൻ ചെയ്ത ടാസ്ക് എന്ന് പറഞ്ഞാൽ എന്ത് ആക്ടിവിറ്റി വേണമെങ്കിലും, ചിലർ എക്സസൈസ് ചെയ്യും, ചിലർ സൈക്ലിങ്ങിന് പോകും, അത് എന്ത് വേണമെങ്കിലും. അപ്പം ഞാൻ ചൂസ് ചെയ്തത് അന്ന് ബൈബിൾ റീഡിംഗ് ആയിരുന്നു. അപ്പോൾ ഒരു 20 മിനിറ്റ്സ്, മിനിമം 20 മിനിറ്റ്സ് ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ആദ്യത്തെ ഡേ ചെയ്തു, രണ്ടാമത്തെ ഡേ പാർഷ്യലി ചെയ്തു. അപ്പോൾ സാറ് ഫോളോ അപ്പ് ചെയ്യാൻ തുടങ്ങി. ചെയ്തോന്ന് ചോദിച്ചു. അപ്പം കള്ളം പറയാൻ പറ്റാത്തതുകൊണ്ട് ചില മുടക്കം വന്നു. ചെറിയൊരു ലേസിനെസ് എനിക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ചെയ്തു ഡൗൺ ആയി തുടങ്ങി. അപ്പോൾ സാറ് പറഞ്ഞു എഫക്റ്റീവായിട്ട് അത് ആ ഒരു സക്സസ് അല്ലെങ്കിൽ ആ ഒരു നമുക്ക് ആ റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ പറയുന്ന കാര്യം അതേപോലെ ഫോളോ ചെയ്യണമെന്ന് പറഞ്ഞ് കുറച്ച് നേരം സാർ എന്നോട് സംസാരിച്ചു. പിന്നെ ഞാൻ കാര്യങ്ങൾ സീരിയസ് ആവാൻ തുടങ്ങി. കൃത്യമായിട്ട് അത് ചെയ്തു. 1 വീക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്തു. എനിക്ക് ഐ ടി എന്ന ഫീൽഡിനോടെ താല്പര്യമില്ലായിരുന്നു. എനിക്ക് ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു. ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എനിക്ക് മനസ്സിലാക്കാനോ അല്ലെങ്കിൽ കോഡ് എഴുതാനോ പറ്റിയ ലോജിക്ക് എനിക്ക് ഉണ്ടെന്നുള്ള കോൺഫിഡൻസ് ഇല്ലായിരുന്നു. ആ ഒരാഴ്ചത്തെ ക്ലാസ് കഴിഞ്ഞു. ഡെയിലി ആക്ടിവിറ്റീസ് എല്ലാം ചെയ്തു. ഇന്ന് ഞാൻ 1 ഇയർ എക്സ്പീരിയൻസ് ഉള്ള ഒരു ഐ ടി പ്രൊഫഷണലാണ്. എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഈസിയാണ്. ഞാനിപ്പോൾ ഐ ടിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ ജാവ എന്ന് പറയുന്ന ലാംഗ്വേജ് വേൾഡ് വൈഡുള്ള സ്റ്റുഡൻസിന് ക്ലാസ് എടുക്കുന്നുണ്ട്, ഇൻക്ലൂഡിങ് എന്താ പറയുക US UK ക്ലയൻസിലുള്ള കമ്പനീസിൽ ഞാൻ ക്ലാസ് എടുക്കുന്നു. നമ്മുടെ ടെക്നോ പാർക്കിലുള്ള ഐ ടി കമ്പനീസിൽ കോർപ്പറേറ്റ് ട്രെയിനിങ്സ് വരുമ്പോൾ അതിൽ ഞാനും പാർട്ടാവുന്നു അവർക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടി. ഞാൻ എടുക്കുന്ന ലാംഗ്വേജ് ഇതാ ജാവ. ഞാൻ ജാവ പഠിക്കാൻ ഇവിടെ ജയത്രടി വരുന്ന സമയത്ത് എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും എൻ്റെ അടുത്ത് പറഞ്ഞു, ജാവ എടുക്കരുത്, ജാവ ഭയങ്കര ടഫാണ്, പൈത്തൺ പഠിക്കും, അത് ഭയങ്കര എളുപ്പമുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജാണ്. അപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ 0 ആയിരുന്നു. അപ്പം 0 നോളജ് ഉള്ള ആള് ഏറ്റവും ടഫ് എന്ന് ഇൻഡസ്ട്രിയിൽ അറിയപ്പെടുന്ന ജാവ എന്ന് പറയുന്ന ലാംഗ്വേജ് പഠിപ്പിക്കാൻ കേപ്പബിളായി ഇന്ന് നിങ്ങളുടെ മുമ്പിൽ നിന്ന് ഇങ്ങനെ സംസാരിക്കാനുള്ള കോൺഫിഡൻസ് എനിക്ക് കിട്ടിയെങ്കിൽ അത് പറഞ്ഞ കാര്യം അതേപോലെ ഫോളോ ചെയ്തതാണ്. ആക്ച്വലി പറയുകയാണെങ്കിൽ ഇവിടെ വന്ന് 6 മാസം കഴിഞ്ഞിട്ട് എല്ലാ ദിവസവും ആളിന് 4:30 മണിക്ക് എണീക്കണമായിരുന്നു. US ക്ലൈന്റ് ഉണ്ടായിരുന്നു. അവരുടെ സ്റ്റുഡൻസ് മുഴുവൻ പോലും സ്റ്റുഡൻസ് ആയിരുന്നു. നോട്ട് ഇന്ത്യൻ. അവരുടെ ലാംഗ്വേജ് സംസാരിക്കണമായിരുന്നു. ആ ഒരു കേപ്പബിലിറ്റി എനിക്ക് കിട്ടാൻ സഹായിച്ചത് വൺ ഓഫ് ദ റീസൺ ആ പറഞ്ഞ കാര്യം ഞാൻ ഫോളോ ചെയ്തെന്നുള്ളതാണ്. അതൊരു സൈഡ് നമ്മുടെ സക്സസിലോട്ട് നയിക്കുന്ന ഒരു പാർട്ടാന്നുള്ളത് ഒരു ടെസ്റ്റിമണി. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ ഈ എല്ലാ ദിവസവും നമുക്ക് ഡിസൈഡ് ചെയ്യാൻ ആക്ടിവിറ്റി, എല്ലാ ദിവസവും ഒരു ആക്ടിവിറ്റി ചെയ്യാൻ ഡിസൈഡ് ചെയ്യുന്നു. നമ്മൾ 3 ദിവസം ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ഓക്കെ നമുക്ക് ആ കിട്ടി. 21 ദിവസം ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ നമുക്ക് തയ്യാറുണ്ട്. 3 മാസം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പ്രാക്ടീസ് ആവും. പിന്നെ നമ്മൾ വെള്ളത്തിൽ പിടിക്കുന്ന വഴി ഇന്ന് സംഭവിക്കാൻ പോകുന്നതാണ് ഇതിനെ ചർച്ചകരപ്പെട്ട കാര്യം. നമ്മൾ ഇന്നൊരു കാര്യം ചെയ്യണമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളൊരു സിസ്റ്റം ഓപ്പൺ ചെയ്തിട്ട് അത് വർക്ക് ചെയ്യുന്നില്ല, അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതിനകത്തൊരു ടെക്നിക്കൽ തകരാറുണ്ട്. ആ ടെക്നിക്കൽ തകരാറ് പരിഹരിക്കാൻ നമുക്ക് അറിയത്തില്ലെങ്കിൽ നമ്മൾ
തൊട്ടാൽ മതി. പട്ട് പറയാം, നിങ്ങൾ പറയും. ഒരു ക്ലാസ്സിൽ ഒരു കുട്ടിക്ക് ഒരു അസുഖമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു നിമിഷം ഡെയിലി ആക്ടിവിറ്റി ചെയ്തതിന്റെ റിസൾട്ട് ആണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിന്ന് സംസാരിക്കുന്നത് കോൺഫിഡൻസോടെ. അതൊരു പാർട്ട്. ഇപ്പൊ സാർ പറഞ്ഞ രണ്ടാമത്തെ ഭാഗം, നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന അത്ഭുതങ്ങൾ. നമ്മൾ സക്സസ്ഫുൾ ആകുക എന്നുള്ളത് തന്നെ ഒരു അത്ഭുതമാണ്. എന്നെ സംബന്ധിച്ച് ഞാൻ 0 ആയിരുന്നു, അത് ഈ ലെവലിലോട്ട് എത്തുക എന്ന് പറഞ്ഞത് മറ്റുള്ളവർക്കും എനിക്കും ഒരു അത്ഭുതമാണ്. രണ്ടാമത്തെ പാർട്ട്, ജീവിതത്തിൽ സംഭവിക്കുന്ന മറ്റു ചില കാര്യങ്ങൾ, അതായത് ചില പോസിറ്റീവ് തിങ്സ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാൻ ആക്ച്വലി ജോയിൻ ചെയ്തു, ജേത്രയിൽ ജോയിൻ ചെയ്തു പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് ലാപ്ടോപ്പ് ഇല്ലായിരുന്നു. നമുക്കറിയാം, ഒരു പ്രോഗ്രാമിലായിരുന്നെങ്കിൽ IT ഫീൽഡിലോട്ടൊക്കെ വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലാപ്ടോപ്പ് യൂസ് ആയിരിക്കണം, ലാപ്ടോപ്പ് വേണം. അത് വെച്ചിട്ടാണ് നമ്മൾ ജോലി ചെയ്യുന്നത്, പഠിക്കുന്നത്, എല്ലാ കാര്യങ്ങളും അതിലൂടെയാണ്. എനിക്ക് ലാപ്ടോപ്പ് ഇല്ലായിരുന്നു. അപ്പോൾ എനിക്ക് എൻ്റെ ഒരു അങ്കിള്, പുള്ളിയുടെ ടെക്നോ പാർക്കിൽ അന്ന് കൊറോണയോടെ എല്ലാം കൂട്ടിയിട്ടേക്കാം. അപ്പോൾ അവിടുത്തെ ഒരു ലാപ്ടോപ്പ് എനിക്ക് പഠിക്കാൻ വേണ്ടി തന്നു. സോ ഒരു കമ്പനിയിൽ പ്രൊഫഷണൽസ് യൂസ് ചെയ്യുന്ന ലാപ്ടോപ്പാണ്, അത് തിരിച്ചു കൊടുക്കേണ്ടതാണ്. ആ ലാപ്ടോപ്പ് എനിക്ക് തന്നു, അത് വെച്ചിട്ടായിരുന്നു ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത്. ഒരു ദിവസം ഇങ്ങനെ ഗ്രാജുവലി ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു ദിവസം അതിൻ്റെ നമ്മൾ ആ ലാപ്ടോപ്പിന്റെ സൈഡിൽ ബാറ്ററി ആയി കാണിക്കുന്ന ഒരു ഐക്കൺ ഉണ്ടല്ലോ, ഒരു ദിവസം നോക്കിയപ്പോൾ ഇത് ചാർജിങ് കാണിക്കുന്നില്ല. ചാർജ് ഉണ്ടോയെന്ന് അറിയുന്നില്ല, പെർസെൻറ്റേജ് എത്ര ആവുമെന്ന് അറിയുന്നില്ല. പിന്നെ പതിയെ നോക്കിയപ്പോഴത്തേന് അതിൻ്റെ ടച്ച് പാഡ് വർക്ക് ആവുന്നില്ല, ഞാൻ ടൈപ്പ് ചെയ്യുന്ന കീസ് എല്ലാം ഒന്നും വരുന്നില്ല. ഇങ്ങനെ പതിയെ അത് ചീത്തയാവുന്ന ഒരു ലക്ഷണം പോലെ വന്നു. അങ്ങനെ ഒരു ദിവസമായി, 2 ദിവസമായി, 3-ാം ദിവസം ആയപ്പോഴത്തേന് കംപ്ലീറ്റ് വർക്ക് ആവുന്നില്ല. സിസ്റ്റം ഓൺ ആവുന്നുണ്ട്, പിന്നെ ഞാൻ മൗസ് പാഡൊന്നും വർക്ക് ചെയ്യുന്നില്ല, ഒരു കീസും വർക്ക് ചെയ്യുന്നില്ല. അപ്പൊ എനിക്ക് ഭയങ്കര ടെൻഷനായി. ഒരാൾ നമ്മളെ വിശ്വസിച്ച സാധനം കേടാക്കാതെ തിരിച്ചു കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. അപ്പൊ ഞാൻ പെട്ടെന്ന് സാറിനെ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്കിങ്ങനെ പ്രശ്നം ഉണ്ടെങ്കിൽ പഠിക്കാനും പറ്റത്തില്ല, എനിക്കത് ചീത്തയായിട്ട് തിരിച്ചു കൊടുക്കുന്നതിനോട് താല്പര്യമില്ല, കാരണം ഹാർഡ്വെയർ കംപ്ലൈന്റ് ആണ്, അതെന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല. അപ്പൊ സാറ് പറഞ്ഞു വെയിറ്റ് ചെയ്യുന്നു പറഞ്ഞിട്ട് മാമിനെ കൂടി വിളിച്ചു. ഞങ്ങൾ 3 പേരും കോളിലിരുന്നിട്ട് സാറ് പറഞ്ഞു അത് ഇപ്പൊ തന്നെ ശരിയാവും, നമുക്കൊരു 1 മിനിറ്റ് നമുക്കൊന്ന് പ്രാർത്ഥിക്കാമെന്ന്. ഞാനിങ്ങനെ കണ്ടിരിക്കുക, ലാപ്ടോപ്പിന്റെ കംപ്ലൈന്റ് പ്രാർത്ഥിച്ച് ശരിയാക്കാമെന്ന് പറയുന്നത്. പിന്നെ ഞാനൊരു ബിലീവർ ആയതുകൊണ്ട് അത്ഭുതങ്ങൾ കണ്ടിട്ടുള്ളത് കൊണ്ടും അത് വിശ്വസിച്ചു, കംപ്ലീറ്റ് ആയിട്ട് ബ്ലൈൻഡ് ആയിട്ടൊക്കെ വിശ്വസിച്ചു. ഹാർഡ്വെയർ കംപ്ലൈന്റ് ആണെങ്കിൽ അത് നടക്കുമെന്ന് വിശ്വസിച്ചു. ഞങ്ങൾ 3 പേരും കൂടെ ഒരുമിച്ചിരുന്ന് 1 മിനിറ്റ് പ്രേ ചെയ്തു. പ്രേ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ഓണാക്കി നോക്കിയപ്പോൾ അതിൽ ചാർജ് ഇല്ല. അപ്പൊ സാറിന്റെ അടുത്തോട്ട് അത് പ്ലഗ് ഇൻ ചെയ്ത് അത് വിട്ടേരാ, അത് വർക്കായെന്ന് പറഞ്ഞു. ഞാൻ പിന്നെ അതിനെ കുറിച്ച് ആലോചിച്ചല്ലോ, വർക്കായെന്ന് സാറ് പറഞ്ഞു, ഞാനത് കംപ്ലീറ്റ് ആയിട്ട് വിശ്വസിച്ചു. ഞങ്ങൾ 3 പേരും കൂടി ഇരുന്ന പ്രാസസിൽ ഒരു പോസിറ്റീവ്നെസ് ഉണ്ടായിരുന്നു. ഈവനിങ്ങിൽ അത് നടക്കുന്ന ഉച്ചയ്ക്കാണ്. ഈവനിങ്ങിൽ ഒരു 3 മണിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഈ സാധനം പ്ലഗ് ഇൻ ചെയ്തിട്ടുണ്ട്, അത് വർക്ക് ചെയ്തല്ലോ, ടെസ്റ്റ് ചെയ്തില്ലെന്ന് നോക്കുന്നത്. ഞാൻ ചെന്നു, സ്വിച്ച് ഓൺ ചെയ്തു, പവർ ഓൺ ചെയ്തു വിൻഡോ ഓപ്പൺ ചെയ്ത് വന്നപ്പോൾ ആദ്യം കണ്ട അത്ഭുതം സൈഡിൽ ബാറ്ററി ഐക്കൺ ഉണ്ടായിരുന്നു. അതാണ് ഫസ്റ്റ് ഞാൻ കണ്ടത്. അപ്പൊ എനിക്ക് ഭയങ്കര അത്ഭുതമായി. ഇന്നലെ വരെ വർക്ക് ചെയ്യുന്ന സാധനം ബാറ്ററി ഐക്കൺ അവിടെ വരുന്നു, ചാർജിങ് 100% കാണിക്കുന്നുണ്ട്. ഞാൻ ഓൺ ചെയ്തപ്പോൾ മൗസ് പാഡ് വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ നോട്ട് പാഡ് എടുത്തിട്ട് കംപ്ലീറ്റ് വേർഡ്സ് ടൈപ്പ് ചെയ്ത് നോക്കി. എല്ലാം അതിൽ ഇൻസേർട്ട് ആവുന്നുണ്ട്, ഒരു കീബോർഡ് മിസ്സാവാതെ എല്ലാം വർക്ക് ചെയ്യുന്നുണ്ട്. എന്നെ സംബന്ധിച്ച് ഞാൻ ഇലക്ട്രോണിക്സ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ആളാണ്. സോ ഞാൻ ഹാർഡ്വെയർ പഠിക്കുന്ന ആളാണ്. ഞാൻ പഠിച്ച എൻ്റെ അറിവ് വെച്ചിട്ട് ലാപ്ടോപ്പിന് വന്ന ഒരു കംപ്ലൈന്റ് അല്ലെങ്കിൽ ഒരു ഹാർഡ്വെയർ കംപ്ലൈന്റ് മാറ്റണമെങ്കിൽ അറ്റ്ലീസ്റ്റ് അതൊന്ന് തൊടണം. അത് തൊട്ടതൊന്ന് തുറന്നു നോക്കിയെങ്കിൽ അത് ചെയ്യുന്നുള്ളൂ, അത് വർക്ക് ആവുന്നുള്ളൂ. ഞാൻ കേട്ടതനുസരിച്ച് ഉറുമ്പ് തിന്നും, നമ്മളുടെ കീബോർഡിനകത്തൊരു പശയുണ്ട്, അത് ഉറുമ്പ് തിന്നും, അങ്ങനെയാണ് ഇത് ചീത്തയാവുന്നത്. അപ്പം ആക്ച്വലി അത് ചീത്തയായതായിരുന്നു, പക്ഷെ അത് തൊടുക പോലും ചെയ്യാതെ സാധനം വർക്കായി. ഭയങ്കര ഒരു മുറകളായിരുന്നു അത്. ആ ഒരു പ്രയറിന്റെ റിസൾട്ടിലാണ് അത് കിട്ടിയത്. ആ പ്രയറിന്റെ റിസൾട്ടിൽ അത് വരണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ചുറ്റിലും ഒരു പോസിറ്റീവ്നെസ് വരണം. ആ പോസിറ്റീവ്നെസ് ആ ഡെയിലി ആക്ടിവിറ്റിയുടെ ഒരു കണ്ടിന്യൂസ് പാർട്ടാണ്. ഞാൻ അനൗൺസ് ചെയ്താണ് 3 മാസം കഴിയുമ്പോൾ Cecily is going to write a letter, maybe that is going to be published here, your experience, in 3 months experience, wherein you are going to say that I had tension during my previous years while going for an exam or studying something or something happens in my life.
But after attending this program, I started practicing this and doing a daily activity every day in the morning at the same time for 20 minutes, and this is what is happened in my life എന്ന് പറഞ്ഞ ഒരു ടെസ്റ്റ് പണി എഴുതാൻ പോകണം. ശരി ഒന്ന് ആലോചിച്ച് പറയാം, എന്ത് ആക്ടിവിറ്റിയാണ് ചെയ്യുമ്പോൾ നമ്മളെ കൊണ്ട് പറ്റുന്നത്? അത് ഗാർഡനിങ് ആകാം, പള്ളിയിൽ പോകുന്നതാകാം, അമ്പലത്തിൽ പോകുന്നതാകാം, അല്ലെന്നുണ്ടെങ്കിൽ ബൈബിളിലെ എന്ത് തുടങ്ങും? എന്ന് തുടങ്ങും എന്ന് വരെ ചെയ്യും. അതിന്റെ ഇടയിൽ തടസ്സങ്ങളുണ്ടാവും. ഞാൻ കഴിഞ്ഞ വർഷം 8 വർഷം ഹോസ്പിറ്റലിൽ കിടന്നില്ല, പറ്റത്തില്ല. കാരണം ദൈവം എന്നെ ഹോസ്പിറ്റലിൽ കിടത്തത്തില്ല. അപ്പം പെട്ടെന്ന് എപ്പത്തിരുന്നു. അപ്പം ഇതിനകത്ത് സിസിലി പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്, ടെൻഷൻ ഉണ്ട് ആൻഡ് ലാക്ക് ഓഫ് കോൺഫിഡൻസ്. അതിലോട്ടാണ് നമ്മൾ വരുന്നത്. ആ ഒരു പോയിന്റ് അടുത്ത 2 മിനിറ്റിനകം ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ആൾക്കാരും ഒന്ന് തീരുമാനിക്കുക, ഞാൻ ഇന്നതായി. നമ്മൾ എന്തെങ്കിലും ഹോളി ബുക്സ് വായിക്കുന്നതാകാം, അല്ലെങ്കിൽ നല്ല മ്യൂസിക് കേൾക്കുന്നതാകാം, അല്ലെങ്കിൽ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ പോലെ നല്ല ടോക്സുകൾ കേൾക്കുന്നതാകാം, ജോഗിങ് ആകാം, ഗാർഡനിങ് ആകാം, എക്സസൈസ് ആകാം, എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി. 2 മിനിറ്റ് അങ്ങോട്ട് ഇങ്ങോട്ട് സംസാരിക്കുന്നത്. അടുത്ത 2 മിനിറ്റ് യു ടേക്ക് എ ഡിസിഷൻ. ഞാൻ പ്രാഥമികമായിട്ട് ചോദിക്കുക, എന്താ ഡിസിഷൻ? പിന്നെ പറയാൻ പറ്റില്ല, പക്ഷെ ഡെയിലി ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, ഡിസിഷൻ എടുത്തു. ഉറപ്പാണ്. എന്താ പറയാൻ പറ്റുന്നതാണോ? പറയാൻ പറ്റുന്നതാണോ? പറയാനോ? എത്ര മണിക്ക്? 5 മണിക്ക് എണീക്കും പറ്റുമോ? അപ്പൊ നിങ്ങള് ഈ സമയത്ത് എണീക്കാൻ വേണ്ടി, അത് 5 മണിയാകാം, 5:30 ആകാം, 6 മണിയാകാം. നിങ്ങൾക്ക് സ്നൂസ് ചെയ്യാന്ന് പറഞ്ഞ പരിപാടി അറിയാം. സ്നൂസ് ചെയ്യണം, 1 പ്രാവശ്യം ചെയ്യാവോ, 2 മിനിറ്റിനുള്ളിൽ ചെയ്യുക. കാരണം നമ്മൾ എണീക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ബാലൻസ് കിട്ടുന്നില്ല. അപ്പൊ അലാറം അടിച്ച് പെട്ടെന്ന് എണീക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ബാലൻസ് കിട്ടിയില്ല. അപ്പൊ നമുക്ക് ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് വേണം എണീക്കും. പക്ഷേ ഈ റെസ്റ്റ് എടുക്കാൻ പോകുമ്പോൾ നമ്മൾ ഉറങ്ങിക്കും. അപ്പൊ സ്നൂസ് ചെയ്യണം. പക്ഷെ സ്നൂസ് ചെയ്യുന്നത് 2ാമത്തെ പ്രാവശ്യം സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഡിലീറ്റ് ചെയ്യാനുണ്ടെങ്കിൽ അത് ചെയ്തിട്ടേക്കാം. 1 പ്രാവശ്യം സ്നൂസ് ചെയ്യണം. അതായത് എണീറ്റ് കഴിഞ്ഞ് 2 മിനിറ്റ് അല്ലെങ്കിൽ 3 മിനിറ്റോ ആ അലാറം സെറ്റ് ചെയ്ത സമയം കഴിഞ്ഞിട്ട് 3 മിനിറ്റ് കൂടെ കഴിഞ്ഞു. അപ്പൊ 2ാമത്തെ പ്രാവശ്യം കേൾക്കുമ്പോഴത്തെ എണീക്കാൻ നമ്മൾ പ്രിപ്പയർ ആവും. എണീക്കുക, അതിന്റെ പ്രേയർ ആൻഡ് ഡു ദിസ് ആക്ടിവിറ്റി ചെയ്യുമോ? ഇത് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ വിജയിക്കും. പക്ഷേ ഇപ്പൊ ഞാൻ ഓരോ ടോക്കിനെയും ഓരോ ഇപ്പം കോൺഫിഡൻസിനെ പറ്റി പറയുകയാണെങ്കിൽ ഓരോ ഒരു ദിവസം ക്ലാസ് എടുക്കാറുണ്ട്. അപ്പൊ അങ്ങനെ ഇപ്പോൾ എടുക്കാൻ പറ്റത്തില്ല. ഇപ്പൊ ഒരു 2 മണിക്കൂർ കൊണ്ട് നമുക്ക് എല്ലാം ഇൻക്ലൂഡ് ചെയ്യണം. അപ്പൊ അതുകൊണ്ട് പറയാണ്, ഇപ്പൊ നമ്മൾ അസുഖത്തിനുള്ള മരുന്നാണ് ഈ പറഞ്ഞത്. മരുന്ന് കഴിക്കാൻ മറ്റൊരു പ്രത്യേകത പഥ്യമുണ്ട്, അല്ലേ? ഏത് മരുന്ന് കഴിക്കും പറയും,
അതിന്റെ റിയൽ എഫക്റ്റ് കിട്ടണമെങ്കിൽ അതിനകത്ത് ഒരു പഥ്യം ഉണ്ടെന്ന് പറയാം. ഇങ്ങനെയുള്ള ഒരു 10 കൂട്ടം പഥ്യങ്ങളാണ് ഇനി പറയുന്നത്. അപ്പൊ ഇത് വിജയിക്കണമെങ്കിൽ, ഇതിന്റെ 100% റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതും കൂടി ചെയ്യണം. ഓക്കെ, ഒന്ന് എഴുതിയെടുത്താൽ നല്ലതായിരിക്കും. പലപ്പോഴും എക്സാമ്പിൾസ് പറയുമ്പോൾ എന്റെ തന്നെ കഥ പറയുന്നത് വേറെ തേടി പോകണ്ടായിരുന്നു. റിയലായിട്ടുള്ള നമുക്കറിയാവുന്ന കഥ തന്നെ പറഞ്ഞു. ഫസ്റ്റ് തിങ്, put God first. Start any activity with a prayer. സോഫ്റ്റ്വെയർ കമ്പനികൾ, ഇന്ത്യയിലെ ലീഡിംഗ് സോഫ്റ്റ്വെയർ കമ്പനികൾ അവരുടെ പ്രിമിസസിൽ പോയി ക്ലാസ് എടുക്കും. എന്റെ വൈഫ് ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ്. പുള്ളിക്കാർ പറയും, പ്രേയർ എന്ന് പറയുന്നത് ആ കൾച്ചറിൽ അത്ര നല്ലതല്ല. You don't need to do it. I said, if I cannot do it, I will not conduct that program. എന്റെ ബ്രദറും ഒരു കമ്പനിയുടെ വൈസ് പ്രസിഡന്റാണ്, പുള്ളി ആ ലെവലാണ്. പക്ഷെ പുള്ളി പറയും, അങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടെ നിന്ന് സംസാരിക്കില്ല, കമ്പനികളിൽ സംസാരിച്ചില്ലെങ്കിൽ അവിടെ പോകണ്ട. ഇനി ഏതെങ്കിലും ഒരു ഓർഗനൈസേഷൻ പ്രേയറോട് കൂടി സ്റ്റാർട്ട് ചെയ്യാൻ അനുവദിക്കുന്നില്ലെന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ ക്ലാസ് എടുക്കത്തുമില്ല, അല്ലെങ്കിൽ സെഷൻസ് കണ്ടക്ട് ചെയ്യത്തുമില്ല. സ്റ്റാർട്ട് എനിത്തിങ് വാട്ട് യു ഡു ഇറ്റ്, സ്റ്റാർട്ട് വിത്ത് ദാറ്റ് പ്രേയർ. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ തന്നെ പ്രോഗ്രാം പ്രേയർ ഉണ്ടായിരിക്കുമല്ലോ, അല്ലേ? ഉണ്ടാവും. അല്ലെ ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ സെൽഫായിട്ട് പ്രേ ചെയ്യുക. എനിത്തിങ് വാട്ട് യു ഡു ഇറ്റ്. ദ ഫസ്റ്റ് തിങ് ഈസ് പുട്ട് ഗോഡ് ഫസ്റ്റ്. സെക്കൻഡ് തിങ്, അബ്ദുൽ കലാം പറയുന്നത് പോലെ, എന്താ പറയുന്നത് അബ്ദുൽ കലാം? സ്വപ്നം കാണുന്നത്, അല്ലേ? സ്വപ്നം കണ്ട പ്രേയറുണ്ട്. വെറുതെ പറയുന്നത് ശരിക്കും പറ, എത്ര ശതമാനം ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നുണ്ട് സ്വപ്നം കണ്ട നടക്കുന്നു? വിശ്വസിക്കുന്നുണ്ടോ? സത്യമാണ്. 101% ഉറപ്പാണ്. അബ്ദുൽ കലാം പറഞ്ഞത് 101% ഉറപ്പാണ്. സ്വപ്നം കണ്ടാൽ ചിന്തിച്ച് തുടങ്ങിയാൽ പ്രവർത്തിച്ച് തുടങ്ങും. അത് ആത്മാർത്ഥമായിട്ടാണ് സ്വപ്നം കണ്ടതെങ്കിൽ, ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസിന്റെ പുറത്ത് പറയാം, നിങ്ങൾ ഒരു കാര്യം നേടണമെന്ന് നിങ്ങൾ പൂർണ്ണ മനസ്സോടുകൂടി തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് സാധൂകരിക്കുന്നതിന്, അത് ചെയ്തു തരുന്നതിന് വേണ്ടി ലോകം മുഴുവൻ നിങ്ങളുടെ കൂടെ നിങ്ങൾ വന്നേ. ഓരോ പോലെയാണ് പറഞ്ഞല്ലേ? ലോകം മുഴുവൻ നിങ്ങളുടെ കൂടെ നിൽക്കും ആ സ്വപ്നം സാധിച്ചു തരുന്നതിന് വേണ്ടി. നിങ്ങൾ ആത്മാർത്ഥമായിട്ട് വിചാരിച്ചു ഇന്ന സ്ഥലത്ത് പോയി ഒന്ന് മെഡിറ്റേറ്റ് ചെയ്യണം, ഇന്ന് കാരണമുണ്ട്. നിങ്ങളുടെ ആത്മാർത്ഥത 100% നിങ്ങൾ അങ്ങോട്ട് റോഡിലോട്ട് ഇറങ്ങുക, നിങ്ങളുടെ സുഹൃത്തിനെ കാണും, സ്കൂട്ടറെ പോകുന്നത്, ഇവിടെ പോകാം, അവിടെ പോകാം, ഞാൻ അതിന്റെ തൊട്ടടുത്ത പൂക്കടയിൽ പോകാം. നിങ്ങൾക്ക് അവിടെ ഡ്രോപ്പ് കിട്ടും, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, എത്താൻ പറ്റും. ഇനി അതല്ല, നിങ്ങളുടെ ആത്മാർത്ഥയെ നിങ്ങൾ വെള്ളം ചേർത്താണ് ചെയ്തിരിക്കുന്നത്, ഒക്കുവാണേൽ ആട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വേറെ സുഹൃത്തിനെ കാണും, ഞാൻ പുലുപുരം കാണാൻ പോകരുതെന്ന് ചോദിക്കും. ആ വഴിക്കാണ് നമ്മൾ വിചാരിച്ച കാര്യം. നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത പലർക്കും പല ഇതായിരിക്കും. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഡോക്ടറോ എഞ്ചിനീയറോ അല്ലെ എക്സിക്യൂട്ടീവ് ആ ലെവലിൽ പഠിച്ചവരൊക്കെ യുഎസ് വളരാൻ വിചാരിക്കുന്നു? പ്രീ ഡിഗ്രി 12ാം ക്ലാസ് പാസ്സായ ഒരു വ്യക്തി, അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ യോഗ്യതയും 12ാം ക്ലാസ്സാണ്. അദ്ദേഹത്തിന്റെ പേര് അഖിൽ എന്നാണ്. അദ്ദേഹത്തിന്റെ സ്ഥലം കൊല്ലമാണ്. എന്റെ കൂടെ കുറച്ചാളുണ്ടായി. അദ്ദേഹം ഇപ്പൊ വർക്ക് ചെയ്യുന്നത് കുണ്ടറ ടെക്നോ പാർക്കില് ഒരു US ബേസ്ഡ് കമ്പനിയിൽ അവരുടെ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യണം. അപ്പൊ എനിക്കൊരു അത്യാവശ്യം ഒരു പ്രൊജക്ട് ഡെലിവറിയായിട്ട് ബന്ധപ്പെട്ട് ഞാനൊരു 6 മാസം മുമ്പ് അഖിലിനെ കോൺടാക്ട് ചെയ്തു. അഖിലെ പിന്നെ ഒരു ഇച്ചിരി സമയം, ഈ 2 മണിക്കൂർ വെച്ചൊരു ഒരു മാസം നമുക്ക് ഡിസ്കസ് ചെയ്യും. ഒരു രക്ഷയിലുണ്ട്. അതിന് നൈറ്റിലാണ് കൂടുതൽ വർക്ക് വരുന്നത്, യുഎസുമായിട്ടുള്ള ക്ലൈൻറ്റ് ചെയ്യുമ്പോൾ. യോഗ്യത 12ാം ക്ലാസ്, ഡീസന്റ് സാലറി, വർക്കിംഗ് ഫോർ ആൻ MNC. നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യതയോ അല്ലെന്നുണ്ടെങ്കിൽ മറ്റ് ഘടകങ്ങളൊന്നും ഇതൊന്നും ബാധിക്കേണ്ട കാര്യമില്ല. നിങ്ങളൊക്കെ വിചാരിക്കുന്നതിനൊക്കെ വലിയ ലെവലിൽ വരാൻ പറ്റും. അങ്ങനെയുള്ള 100 കണക്കിന് വ്യക്തികളെ കണ്ടിട്ടുള്ളതാണ്. പക്ഷേ 2017 ഞാൻ കോട്ടയത്ത് ക്ലാസ് എടുക്കുമ്പോൾ അവിടുത്തെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മാനേജർ, അദ്ദേഹത്തിന് ഒരൊറ്റ മോളേ ഉള്ളൂ.
ഈ മോക്ക് പ്രശ്നം എന്താ, കണക്ക് പരീക്ഷ പുള്ളിക്കാരി എന്നും നോക്കും, എന്നും പോകും, കണക്കിന് മാത്രം പോകും. അന്ന് സെക്കൻഡ് PU 12ാം ക്ലാസ് പഠിക്കുന്നത്. അപ്പൊ ഇദ്ദേഹത്തിന്റെ കൗൺസിലിംഗ് ഇടയ്ക്ക് കൗൺസിലിംഗ് കഴിഞ്ഞു. അപ്പൊ കൊണ്ടുവരാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വരുന്നത് കൊണ്ടുവരാൻ പറഞ്ഞു. ഭാര്യയും ഭർത്താവും കൂടെ വന്നു. അപ്പൊ എനിക്ക് വന്ന കുട്ടിയോട് ഒറ്റയ്ക്ക് സംസാരിക്കണമെന്ന് കുറച്ച് നേരം സംസാരിച്ചു. 20 മിനിറ്റ് സംസാരിച്ചാണ് എനിക്ക് പ്രശ്നം എന്താ സംഭവം പിടിച്ചിട്ട് ഞാൻ ഈ കുട്ടിയോട് പറഞ്ഞു, ഇല്ല സർ, ഞാൻ ഈ കുട്ടിയോട് പറഞ്ഞു, നിങ്ങളുടെ അസംബ്ലി നടക്കുന്ന സമയത്ത് അപ്പൊ സ്റ്റേഡിയം അവിടെ ആൾക്കാരുടെ പ്രയർ നടക്കും, പിന്നെ അനൗൺസ്മെന്റ് ഉണ്ടാവും. അപ്പൊ നിങ്ങൾ ലൈനിൽ നിൽക്കുന്ന സമയത്ത് നീ ഒന്ന് സ്വപ്നം കാണണം, അടുത്ത പ്രാവശ്യം മാത്സിന്റെ പരീക്ഷ എഴുതി കഴിഞ്ഞിട്ട് നീ ഉന്നത വിജയം നേടുമ്പോൾ നിന്നെ ആ സ്റ്റേഡിയത്തിൽ വിളിച്ചുകൊണ്ട് പോയിട്ട് പ്രിൻസിപ്പൾ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു ഗിഫ്റ്റ് തരുന്നു, അല്ലെ ഒരു പൂ എന്തെങ്കിലും തരുന്നു, ഗിഫ്റ്റ് തരുന്നതായിട്ട് ചെയ്യുന്നു. ദിവസവും സ്വപ്നം കാണാൻ പറ്റും. അപ്പൊ പരീക്ഷയ്ക്ക് ഒരു മാസം മുമ്പാണ് എന്നെ കണ്ടത്. അപ്പൊ ഈ കൗൺസിലിംഗ് കഴിഞ്ഞതിന് ശേഷം ഇറങ്ങി പോയപ്പോ അച്ഛൻ എന്നോട് ചോദിച്ചു, നീ എന്താ കൊണ്ടുവരുന്നത് നെക്സ്റ്റ്? ഞാൻ പറഞ്ഞ് കൊണ്ടുവരുന്നു വേണ്ട, അച്ഛന്റെ വാട്സാപ്പിൽ കൂടെ എനിക്കൊരു മെസ്സേജ് അയക്കണം, വല്ലപ്പോഴും എനിക്ക് നമ്മളോട് സംസാരിക്കുന്നത് ഒന്ന് രണ്ടോ ഫോളോ. അപ്പൊ ഞാൻ ഒരാഴ്ച കഴിയുമ്പോൾ കൃത്യമായിട്ട് ഞാൻ ചെയ്യുന്നുണ്ട്, കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. ഒരു മാസം കഴിഞ്ഞു, പരീക്ഷ കഴിഞ്ഞു, അതിന്റെ റിസൾട്ട് 10 ദിവസം കഴിഞ്ഞു വന്ന് 73 മാർക്ക് വാങ്ങിയിട്ട് ആ കുട്ടി പാസ്സായി. സിംഗിൾ ഡിജിറ്റ് കിട്ടുന്ന കുട്ടിയാണ്. കുട്ടി മാത്സ് പഠിച്ചിട്ടാണേ പാസ്സായത്, വേറെ വിഷയം. കുട്ടി മാത്സ് പഠിച്ചു, പരീക്ഷ പേപ്പറിൽ ഉണ്ടായിട്ട് അത് നല്ല സ്കൂൾ വന്നു, എന്തുകൊണ്ടാണ് പാസ്സായത്. പക്ഷെ അത്രേ നാള് സിംഗിൾ ഡിജിറ്റ് കുട്ടി കൊണ്ട് ഫസ്റ്റ് ഇയറിലും സെക്കൻഡ് ഇയർ ആ ടെസ്റ്റ് വരെ സിംഗിൾ ഡിജിറ്റ് കിട്ടിക്കൊണ്ടിരുന്ന കുട്ടി 73 മാർക്ക് വാങ്ങിച്ചു പാസ്സായി. സിമ്പിൾ റീസൺ. 2013 IIT പഠിച്ചിറങ്ങി വർഷം 4 കോടി രൂപ ശമ്പളം വാങ്ങിക്കുന്ന ഒരു സുഹൃത്തും ഇങ്ങനെയുള്ള ഒരു വലിയ നിരയുടെ മുമ്പിൽ ഇരുന്നിട്ട് ഞാൻ ഈ ജേത്തഡ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിന്റെ അനൗൺസ്മെന്റ് നടത്തിയപ്പോൾ ഞാൻ പറഞ്ഞു, ഐ വുഡ് ലൈക്ക് ടു മേക്ക് ദിസ് കമ്പനി ആസ് ദ ഫസ്റ്റ് ജാവ ലേണിംഗ് സെന്റർ ഇൻ ഇന്ത്യ ഇൻ അനദർ 2 years പറഞ്ഞപ്പോൾ ഇതിലിരുന്ന പലരുടെയും മുഖത്ത് ചിരി വരുന്ന കണ്ട് എന്നെ കളിയാക്കി തിരിച്ചാണ്. പക്ഷെ ആക്ച്വലി എന്റെ സ്വപ്നം അതല്ല. ഞാൻ പറയാൻ ഇന്ത്യയിലെ ബെസ്റ്റ് എന്ന് പറയുമ്പോഴേ അവിടെ ചിരിക്കുന്നു. അപ്പൊ പിന്നെ വേൾഡിലെ ബെസ്റ്റ് എന്ന് പറഞ്ഞാലോ, ഞാൻ സ്വപ്നം കണ്ടത് വേൾഡിലെ ബെസ്റ്റ് എന്നാണ്. ഞാൻ സ്വപ്നം കണ്ടത് വേൾഡിലെ ബെസ്റ്റ് എന്നാണ്. നിങ്ങൾ PS എന്ന് പറഞ്ഞൊരു കമ്പനി കേട്ടിട്ടുണ്ടാവും. ലോകത്തിലെ ഏറ്റവും വലിയ ട്രെയിനിങ് സ്ഥാപനമാണ്. കഴിഞ്ഞ ഒരു 3 മാസം മുമ്പ് ഒരു കോർപ്പറേറ്റ് കമ്പനിയുടെ ഓർഡറിന് വേണ്ടി ബിഡ് ചെയ്തപ്പോൾ 4 കമ്പനികളുണ്ടായിരുന്നു. അവസാനം 2 കമ്പനി PS എന്ന് പറയുന്നത് ആനയെന്ന് വേണമെങ്കിൽ പറയാം, ജേത്തഡ് എന്ന് പറയുന്ന ഉറുമ്പ്. ആൻഡ് ഫൈനലി വി വൺ അവാർഡ്. ഇന്ന് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന UK-യിലെ ഐറ്റ കൊമേഴ്സ് എന്ന് പറഞ്ഞ കമ്പനി, വലിയ കമ്പനി, അവർ ഇന്ത്യയിൽ വന്നിട്ട് അവരുടെ ഓപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ 300 സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സിനെ പിക്ക് ചെയ്ത് ട്രെയിൻ ചെയ്ത് പ്രൊഡക്റ്റീവ് ആക്കി കൊടുക്കാനുള്ള ഓർഡറിന് വേണ്ടിയിട്ട് ഇവിടുത്തെ ലീഡിംഗ് സ്ഥാപനങ്ങളെല്ലാം കോൺടാക്ട് ചെയ്ത് എല്ലാവരും ബിഡ് ചെയ്തു. ഞങ്ങളാണ് ബാങ്കിന്റെ ഹൈ കോർട്ടാണ് കൊടുത്തത്. ഇന്ന് UK-യിലെയും അല്ലെങ്കിൽ US-ലെയും സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് ആൾക്കാർ ഇവിടെ വന്ന് പിടിച്ചിട്ടുണ്ട്. സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് ഇവിടെ വന്ന് പിടിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് സ്ഥാപനങ്ങളിൽ കാണിച്ചിട്ടുണ്ട്. ആ സ്വപ്നം കണ്ടപ്പോൾ ആ സ്വപ്നം സാധൂകരിക്കുന്ന കണ്ടകങ്ങളെല്ലാം നമ്മുടെ മുമ്പിൽ വന്ന് വീഴുക. നമ്മളറിയാതെ വന്ന് വീഴുക. അതായത് നമ്മുടെ കഴിവുണ്ടല്ലോ, നമ്മുടെ കഴിവുണ്ടല്ലോ. അപ്പൊ ഈ സ്വപ്നം കാണുകയാണെങ്കിൽ അപ്പൊ വിശ്വസിക്കുന്നുണ്ടല്ലോ. അപ്പൊ നിങ്ങളൊരു ഷോർട്ട് ടൈം ഗോളോ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണും. ഷോർട്ട് ടൈം ഗോൾ കാണും. നിങ്ങൾ ഈ പഠിച്ചു കഴിയുമ്പോൾ ഇതിൻ്റെ അടുത്തൊരു ജോലി വരണം, അല്ലെ ഒരു 2 years ഡൗൺ ദ ലൈൻ ഇവിടെ ആയിരിക്കണം, അല്ലെ 5 years ഡൗൺ ദ ലൈൻ ഇവിടെ ആയിരിക്കണം. സ്വപ്നം കാണും. ഇതെടുത്ത് വായിക്കണം. കുറച്ച് സമയം എടുക്കണം. മൂന്നാമത്തേത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, സ്റ്റേ എവേ ഫ്രം നെഗറ്റീവ് ഫോഴ്സസ്. അതായത് നെഗറ്റീവായിട്ട് സംസാരിക്കുകയും അല്ലെ നമ്മുടെ പുറമോട്ട് നമ്മുടെ ഒരു ലക്ഷ്യം വെച്ച് അവിടെ പഠിക്കാൻ പറ്റില്ല, നമ്മളെ പുറമോട്ട് വലിക്കുന്ന ടോക്സുകൾ, ചാറ്റ് ആയിരിക്കാം, കോൺവെർസേഷൻ, പിന്നെ വെർബൽ കോൺവെർസേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ എന്താ ഒരു ലൂസ് കമന്റ് ആയിരിക്കാം,
ഒരുപക്ഷെ നമ്മുടെ ചിന്തകളായിരിക്കാം. ഇതൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ നിന്നും മാറി നിങ്ങളുടെ ലക്ഷ്യത്തെ പുറമോട്ട് വലിക്കുന്ന എന്തെങ്കിലും ഒരു ചാറ്റോ കോൺവെർസേഷനോ അങ്ങനെ ഒരു സാഹചര്യം വരുവാണെങ്കിൽ മാറി നിൽക്കണം. ആർക്കെങ്കിലും ഇങ്ങനെ ഒരു ഉദാഹരണം പറയാൻ പറ്റുമോ? ഞാനൊരു കാര്യം തീരുമാനിച്ചു, പക്ഷെ എന്റെ തീരുമാനത്തെ എന്തുവാ തള്ളിക്കളയുന്ന അല്ലെങ്കിൽ അത് മുന്നോട്ട് പോകാൻ സഹായിക്കുന്ന നിലപാടെടുക്കാത്ത കുറെ ആൾക്കാരെ ഒരു ഉദാഹരണം പറയാം. ഒരു ഉദാഹരണം പറയാം. അതായത് ഞാനൊരു തീരുമാനം എടുത്തു, എടുത്ത തീരുമാനത്തിൽ നിന്ന് മുന്നോട്ട് പോകാൻ എനിക്ക് പറ്റാത്ത രീതിയിൽ കുറെ ആൾക്കാരെ ആഗ്രഹമായിരുന്നു. വീട്ടില് പറഞ്ഞപ്പോ എല്ലാരും പറഞ്ഞു നിന്നെ കൊണ്ട് BBA എടുക്കാനൊന്നും പറ്റൂല, അത് പഠിക്കണം, അത് നിനക്ക് പഠിക്കാനൊന്നും പറ്റൂല, ഭയങ്കര ടഫാണ് കോളേജിൽ. ഞാൻ ഡിസ്റ്റൻസ് ഇട്ട് എടുക്കാനാണ് തീരുമാനിച്ചത്. അപ്പം ഇക്കായും ഉമ്മയൊക്കെ പറഞ്ഞ് കോളേജിൽ പോയി പഠിച്ചവർക്ക് പോലും അത് കിട്ടുന്നില്ല, അവര് പോലും നല്ല മാർക്ക് മേടിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ അതിൽ തന്നെ ഉറച്ചിരുന്ന് പിന്നെ ക്ലാസ് ടീച്ചറിനോട് പറഞ്ഞു. അപ്പൊ മിസ് പറഞ്ഞു മിസ് ഹെൽപ്പ് ചെയ്യാന്നൊക്കെ പറഞ്ഞു. അപ്പോ ഞാൻ അതിൽ തന്നെ ഉറച്ചിരുന്നു. കാരണം വീട്ടുകാർ സമ്മതിച്ച് ഇപ്പൊ BBA എടുത്ത്. ഒരു പക്ഷേ അന്ന് വീട്ടുകാർ പുറമോട്ട് പുറമോട്ട് പോയിരുന്നേ നടക്കുമായിരുന്നു? ഒരിക്കലും നല്ലതല്ല. അപ്പൊ അത് ചിലപ്പോൾ നമ്മുടെ ബന്ധുക്കളായിരിക്കും, വീട്ടുകാരായിരിക്കും, സുഹൃത്തുക്കളായിരിക്കും. കൂടുതൽ സമയം സുഹൃത്തുക്കളിൽ നിന്ന് വരുന്നത്. നമ്മൾ നല്ല കാര്യം തീരുമാനം എടുത്ത് മുന്നോട്ട് പോകും. അപ്പൊ നമ്മളെ കൊണ്ട് ഞാൻ നടക്കട്ടെ, അത് വലിയ പാടാണ്, അത് വലിയ പാടാണ്. കൺവെൻഷണൽ രീതിയിൽ നിന്നും മാറി ചിന്തിക്കണം. ഓട്ടോറിക്ഷ ഓടിക്കുന്നവർക്ക് എയറോപ്ലെയിൻ ഓടിക്കാൻ പറ്റത്തില്ലെന്ന് നമ്മളങ്ങ് എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് മാറി ചിന്തിക്കുവാണെന്നുണ്ടെങ്കിൽ അപ്പൊ നമ്മള് ഒരു 60-ാമത്തെ വയസ്സിൽ ഒരു വ്യക്തി റിട്ടയർ ചെയ്തപ്പോൾ അദ്ദേഹത്തിന് ഒരു ഫെയർവെൽ പാർട്ടി കൊടുത്തു. ഫെയർവെൽ പാർട്ടി കൊടുത്തപ്പോ പുള്ളി പറഞ്ഞു, 60-ാമത്തെ വയസ്സിൽ ഞാൻ ഇനി എഴുതാൻ പോകുന്നു. അടുത്ത 40 വർഷം ഞാൻ എഴുതുന്നു. റിട്ടയർ ചെയ്തതിനു ശേഷം പുള്ളി എഴുതാൻ തുടങ്ങി. അതിനുശേഷം ഇന്ത്യൻ പ്രസിഡന്റിൽ നിന്ന് പുള്ളിയുടെ ഒരു പുസ്തകത്തിന് പുള്ളി അവാർഡ് വാങ്ങിച്ചു. 100 വർഷം 6 മാസം 15 ദിവസം ജീവിച്ചു. അദ്ദേഹത്തിന്റെ സണ്ണിൽ എന്നോട് വർക്ക് ചെയ്യുന്നുണ്ട്, ഡോക്ടർ ജോസഫ്, ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിലെ റിട്ടയർഡ് ജനറൽ മാനേജർ. ഗൂഗിളിൽ സെർച്ച് അതൊരു ബുക്ക് എഴുതിയതിനകത്ത് പുള്ളിക്ക് അവാർഡ് കിട്ടിയിട്ടുണ്ട്. കാര്യം പുള്ളി അത്രയുമേ സ്വന്തം കണ്ടുള്ളൂ. അല്ലെ പുള്ളിയുടെ തീരുമാനം, അല്ല ബാക്കിയുള്ളവർ പറയുന്നൊന്നും പുള്ളി കേൾക്കാൻ നിന്നില്ല. അപ്പം 3-ാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റേ എവേ ഫ്രം നെഗറ്റീവ് ഫോഴ്സസ്. നെഗറ്റീവ് ഫോഴ്സസ് എന്ന് പറയുന്നത് ലൂസ് ടോക്കുകളായിരിക്കാം, ചാറ്റുകളായിരിക്കാം, വെർബൽ കോൺവെർസേഷൻ ആയിരിക്കാം, ഒരുപക്ഷെ നമ്മുടെ ചിന്തകളുമായിരിക്കും. നമ്മൾ തന്നെ വിചാരിക്കും, ഓ എന്നെ കൊണ്ട് ഇതൊന്നും പറ്റത്തില്ലായിരിക്കും, വലിയ പാഠം. ആ ചിന്ത നമ്മളോട് ഇൻജക്ട് ചെയ്ത് തരുന്നവരറിയോ? സുഹൃത്തുക്കൾ അല്ലേ? പലപ്പോഴും സുഹൃത്തുക്കളാണ് നമുക്കിത് ഇൻജക്ട് ചെയ്ത് തരുന്നത്. 4th പോയിന്റ് ഇക്കലി ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഏത് ഫീൽഡിൽ പോയി എല്ലാ കാര്യത്തിനെ പറ്റി ഒരു മിനിമം നോളജ് ഉണ്ടായിരിക്കും. പ്ലസ് നമ്മളുടെ കോർ ഏരിയ പേരുപോലെ നമ്മുടെ കോർ ഫീൽഡിനെ പറ്റി നല്ല നോളജ് ഉണ്ടാക്കി. ഇതുപോലെ തന്നെ അപ്പൊ നമുക്ക് ഫുട്ബോളിനെ പറ്റി ചോദിച്ചു കഴിഞ്ഞാൽ മിനിമം അറിവ് ഉണ്ടാവണം. ഇന്നലെ യൂറോപ്യൻ കപ്പിൽ ആരൊക്കെ കളിച്ചാൽ മിനിമം ഓർക്കണമില്ല, അതാ നടക്കുന്നു. അതിനെപ്പറ്റി മിനിമം ഫൈനാൻസിനെ പറ്റി മിനിമം നോളജ് ഉണ്ടാവണം. വേൾഡ് വെതറിനെ പറ്റി
ഒരു ചെറിയ നോളജ് ഉണ്ടാകണം, ഹെൽത്തിനെ പറ്റി നോളജ് ഉണ്ടാകണം, എല്ലാ കാര്യങ്ങളും. ഈ നോളജ് ഉണ്ടാകാൻ എന്ത് ചെയ്യണം? ഇവിടെ ഒരു 5-10 മിനിറ്റ് എല്ലാ സമയം കിട്ടുമ്പോൾ നെറ്റ് BBC ഫോക്സ് ന്യൂസിലോട് നോക്കിയാൽ മതി. കറണ്ട് അഫയേഴ്സ് കാര്യങ്ങൾ എന്തെങ്കിലും ഒരു പുതിയ കാര്യം, ഇൻഫർമേഷൻ, പുതിയ കാര്യം. ഒരു ഫ്രീ ടൈമിൽ ഞാൻ ആ വണ്ടി ഓടിക്കുന്ന സമയത്ത് ഞാൻ ഈ വണ്ടി പാർക്ക് ഞാൻ മിനിറ്റ് നോക്കും. ഒരു 60 സെക്കൻഡ് ഉണ്ടെങ്കിൽ ഞാൻ പെട്ടെന്ന് ഓൺ ചെയ്ത് മതി, 40 സെക്കൻഡ്. അങ്ങനെ വായിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ പിന്നെന്താ പറയുന്നത്, കോട്ടയം വരെ പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തേന് എനിക്ക് കുറേ കാര്യങ്ങളൊക്കെ വായിച്ചു പറ്റും. ഓക്കെ, ഒരിക്കലും വായിക്കണമെന്നല്ല പറഞ്ഞു, പക്ഷെ തപ്പിയിട്ടിരിക്കുന്നത് ഇൻഫർമേഷൻ കിട്ടും. അപ്പം എല്ലാ കാര്യത്തിനെ പറ്റിയും നല്ല നോളജ് ഉണ്ടായിരിക്കണം. പക്ഷെ നമ്മുടെ ഫീൽഡ് ഏതാണ്? ഇപ്പൊ എന്റെ ഫീൽഡ് ജാവയാണെങ്കിൽ എന്നേക്കാൾ ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് നോളജ് ഞാനായിരിക്കണം. അതായിരിക്കണം എന്റെ ചിന്ത. അപ്പോൾ ദിവസം പഠിച്ചുകൊണ്ടിരിക്കണം, ദിവസം പഠിക്കണം, ഇപ്പോഴും പഠിക്കുന്നു, എല്ലാ ദിവസവും പഠിക്കുന്നു, പഠിച്ചേ പറ്റുള്ളൂ. അതേപോലെ നിങ്ങളുടെ ഫീൽഡ് CRM എന്ന് പറഞ്ഞാൽ വലിയ ഫീൽഡ് അല്ലേ? അതിനകത്തൊക്കെ എന്തൊക്കെ അനന്തമായ സാധ്യതകളുണ്ട്. പല ആൾക്കാർ ഇപ്പം ഞങ്ങൾ ഇപ്പം അടുത്ത ആഴ്ച ഞങ്ങളോട് ജോയിൻ ചെയ്യാൻ വന്നൊരു വ്യക്തി 16 വർഷത്തിൽ ഓൾമോസ്റ്റ് എല്ലാ ഫീൽഡാണ്, ആ ഫീൽഡാണ് 16 വർഷം ഗൾഫിലൊക്കെ വർക്ക് ചെയ്ത് ഷീസ് കമ്മിങ് ആൻഡ് ജോയിനിങ്. അപ്പോൾ ആ ഒരു പൊസിഷൻ ഭയങ്കര സാധ്യതകളുള്ള ഫീൽഡാണ്. അപ്പൊ അതിനകത്ത് എന്തൊക്കെ പഠിച്ചെടുക്കാമോ, ഇനി അതുമായിട്ട് ബന്ധപ്പെട്ട വല്ല ടൂൾസ് അവൈലബിൾ ആണോ, അല്ലെങ്കിൽ ഫ്രെയിംവർക്കുകൾ അവൈലബിൾ ആണോ, അല്ലെങ്കിൽ വല്ല സോഫ്റ്റ്വെയർ പാക്കേജുകൾ അവൈലബിൾ ആണോ, അതെല്ലാം മനസ്സിലാക്കി അതിന്റെ സാധ്യതകളെ പറ്റി അറിഞ്ഞുകൊണ്ടേയിരിക്കും. അത് കൂടുതൽ സമയം വേണ്ടി ചെലവാകും. പക്ഷേ എല്ലാത്തിനെ പറ്റി നോക്കുന്നുണ്ടായിരുന്നു. ബാങ്കിങ്ങിനെ പറ്റി പറയുമ്പോൾ അതൊന്നും എനിക്കറിയില്ല, അതൊന്നും എനിക്ക് അല്ല ഓട്ടോമൊബൈലിനെ പറ്റി പറയുമ്പോൾ അതെനിക്കറിയില്ല. അങ്ങനെ പറയാം. എല്ലാ കാര്യങ്ങളെ പറ്റിയും എവറി ആസ്പെക്ട് ഓഫ് ലൈഫ്, എല്ലാ കാര്യത്തിനെ പറ്റി ഒരു മിനിമം നോളജ് ഉണ്ടാകണം. അതിന് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോൺ വല്ലപ്പോഴും ഇന്റർനെറ്റ് സെർച്ച് ചെയ്ത് വായിച്ചാൽ മതി, അല്ലെങ്കിൽ പേപ്പറുകൾ വായിച്ചാൽ മതി, നല്ല പേപ്പർ. പിന്നെ നിങ്ങളുടെ ഏരിയയിൽ ഓഫ്കോഴ്സ് നിങ്ങളുടെ റിസർച്ച് തന്നെ ചെയ്യണം. അടുത്ത പോയിന്റ്, നമ്മൾ എപ്പോഴെങ്കിലും പരാജയപ്പെടുന്നത് സാധാരണ സംഭവിക്കുന്നത് ഒരു പ്രാവശ്യം 2 പ്രാവശ്യം അറ്റംപ്റ്റ് നടത്തി കഴിഞ്ഞ് പരാജയപ്പെടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? മൂഡ് ഓഫ് ആയിട്ട് ഡിപ്രസ്ഡ് മൊബൈലോട്ട് പോയിട്ട് നടക്കത്തില്ല. അതാണ് തീരുമാനിച്ചു, നമ്മൾ നടക്കത്തില്ല. നമ്മളെ തന്നെ കൺവിൻസ് ചെയ്തു നമ്മളെ കൊണ്ട് നടത്തില്ല. Listen, inaction breeds doubt and fear, whereas action breeds confidence and courage. Confidence and courage കിട്ടണമെങ്കിൽ ആക്റ്റീവ് ആയിരിക്കണം. ഒരു പക്ഷേ ഞാൻ ചില സമയത്ത് ചില ആക്ടിവിറ്റികളൊക്കെ ചെയ്ത് ഒക്കെ നടക്കാൻ വരുന്ന സമയത്ത് പിന്നെ എന്തോ ചെയ്യാൻ ആക്ഷൻ എന്താ? രാത്രി 12 മണിക്ക് എന്തോ ആക്ഷൻ എന്താ ചെയ്യണം? ഞാൻ എന്തോ ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരെ കണ്ടിട്ട് പറഞ്ഞു കണ്ണാടി പറ്റൂടെ നിന്നെ കൊണ്ട് പറ്റും. ചുമ്മാ ഒരു ആത്മവിശ്വാസം കൊടുക്കും. എന്നോട് തന്നെ സംസാരിക്കും. അതായത് ഏതെങ്കിലും കാര്യം നമ്മൾ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് നമുക്കത് ചെയ്യാൻ പറ്റാതെ വന്നെങ്കിൽ നമ്മൾ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്ത് മറിച്ച് നമ്മൾ എന്ത് ചെയ്യണം? കുറച്ചും കൂടെ നോക്കണം. ഓർഡർ വെറുതെ കുത്തിനാണോ ഈ മാറ്റം ഒന്ന് എഴുതി വെക്കാം. ഇനാക്ഷൻ പലപ്പോഴെടുത്ത് വായിക്കണം, ഉറക്കെ വായിക്കണം. ഇനാക്ഷൻ ബ്രീഡ്സ് ഡൗട്ട് ആൻഡ് ഫിയർ, action breeds confidence and courage. Okay. Next point. Another point. Be proactive. Accept some challenging work for which you generally say no. സാധാരണ എന്നെ കൊണ്ട് പറ്റത്തില്ല എന്ന് പറയുന്ന ഒരു വർക്ക് നിങ്ങൾ ഏറ്റെടുത്ത് ചെയ്യണം. സിമ്പിൾ. സാമ്പാർ ഉണ്ടാക്കുന്ന കാര്യം മതി. നിങ്ങൾക്ക് സാമ്പാർ ഉണ്ടാക്കാറില്ല, വീട്ടിലുമ്മ നല്ലോണം സാമ്പാർ ഉണ്ടാക്കുക, അല്ലെ ബാക്കിയുള്ള ഉണ്ടാക്കും. ഞാൻ ഇന്നലെ പരിചയമില്ല, എനിക്ക് പേടിയാണ്. നിങ്ങളൊക്കെ ട്രൈ ചെയ്യണം. സാമ്പാർ ഉണ്ടാക്കാൻ പറ്റുന്നു.
2017 തമിഴ്നാട്ടിലെ വിവേകാനന്ദ കോളേജിൽ എഞ്ചിനീയറിംഗ് ഇലക്ട്രോണിക്സിന് എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് അത് കോർ ഫീൽഡിൽ അദ്ദേഹം ചെന്നൈയിൽ കുറച്ചാൾ വർക്ക് ചെയ്തു. പിന്നെ അത് നടക്കത്തില്ല, അയ്യോ കഷ്ടപ്പാടാന്ന് കണ്ട് തിരിച്ചു വന്ന് എന്ത് ചെയ്യണമെന്ന് അറിയാതെ തീർന്ന സമയത്ത് വളരെ ഇച്ചിരി നടക്കില്ല, അരമണിക്കൂറാണ് അദ്ദേഹം അദ്ദേഹത്തിന് ഡിസ്റ്റർബ് ഇതൊരു ആത്മാർത്ഥിക്കുന്ന ആളുടെ ഡിസ്റ്റർബ്. അപ്പം അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിന്റെ കഥയൊക്കെ കേൾക്കണം. ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് യാദൃശ്യമായിട്ട് ഇദ്ദേഹം പറഞ്ഞ പോലെ ദൈവനിശ്ചയം എന്ന് പറയുന്നത് പോലെ ഇവിടെ വന്നു. ഇവിടെ വന്നപ്പം മലയാളം പറയത്തില്ല, സംസാരിക്കില്ല, നടക്കണം ഉണ്ടാവും. ഇപ്പൊ ഞാനിപ്പോ മോളോട് സംസാരിക്കുമ്പോൾ പാട്ടിട്ടൊന്നും പറഞ്ഞു ഇതെന്ന് പറഞ്ഞാൽ എന്തേലും ചോദിച്ചത് ഈ 2 ആക്ഷൻ 2017 സെപ്റ്റംബർ 17 ആദ്യം കാണുമ്പോൾ ഈ 2 ആക്ഷൻ. ഒരാഴ്ച കഴിഞ്ഞ് ഞാൻ പറ്റി ഇദ്ദേഹത്തിനെ കൊണ്ട് വലിയ പാഠത്തെ പറ്റത്തുള്ളതെന്ന് ചോദിച്ചു. പിന്നീടുള്ള കഥ പുള്ളിക്കായി പറഞ്ഞു. ഗുഡ് ആഫ്റ്റർനൂൺ. ഞാൻ വിശന്നിരിക്കുകയാണോ? ഓക്കെ, സാറ് പറഞ്ഞ പോലെ ഞാൻ 2017 പാസ് ഔട്ടാണ്. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആയിരുന്നു. എഞ്ചിനീയറിംഗ് കഴിഞ്ഞ സമയത്ത് എൻ്റെ എബിലിറ്റി എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ എനിക്ക് സംസാരിക്കാനേ അറിയത്തില്ല, ഒരു ടെക്നോളജി അറിയത്തില്ല. ഇങ്ങനെ ഒരു ഗ്രൂപ്പിൽ ആക്ച്വലി എനിക്ക് ഒരു 3 പേര് ഇരിക്കുമ്പോൾ എനിക്ക് സംസാരിക്കാൻ പറ്റില്ല. ഭയങ്കര ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരു പേഴ്സണാണ്. സ്റ്റേജിൽ ഞാൻ കയറിയിട്ടേ ഇല്ല. ഞങ്ങളുടെ കോളേജിലെ എല്ലാ സ്റ്റുഡൻസും സെമിനാർ പ്രസന്റ് ചെയ്യണമെന്നുണ്ട്, പക്ഷെ ഞാൻ കോളേജിൽ സെമിനാർ ഒന്നും പ്രസന്റ് ചെയ്തിട്ടില്ല. എനിക്ക് ഭയങ്കര സ്റ്റേജ് ഫ്രൈറ്റ് ആയിരുന്നു. അപ്പം ഞാൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞപ്പം എല്ലാ കുട്ടികൾക്കും ഒരു ഡ്രീം ഉണ്ടല്ലേ, CCSE കിട്ടണം, ഇൻഫോസിസിൽ കിട്ടണം. എൻ്റെ സമയത്ത് എനിക്കൊരു ഡ്രീം ഉണ്ടായിരുന്നു, എന്തെങ്കിലുമൊക്കെ ജോലി കിട്ടണം. അങ്ങനെ ഞാൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞു. എന്ത് ചെയ്യണമെന്ന് ഇങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്നു. കാരണം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് നല്ല സുഖമാണ്. പഠിത്തം കഴിഞ്ഞാൽ ഉടനെ നമ്മൾ പുറത്തോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ ഉടനെ നാട്ടുകാരുടെ ക്വസ്റ്റ്യൻ വരും, ജോലി ആയില്ലേ, സപ്ലി ഉണ്ടോ? അത് ഭയങ്കര ഒരു അവസ്ഥയല്ലേ. അപ്പം ഞാൻ എന്തെങ്കിലുമൊക്കെ ജോലി ഒന്നൊക്കെ കാര്യം ഞാൻ എന്നെക്കുറിച്ച് അനലൈസ് ചെയ്യുമ്പോൾ എനിക്ക് ഒരു ക്വാളിഫിക്കേഷൻ ഇല്ല. ഓക്കെ, ഡിഗ്രി ഉണ്ട്, ക്ലിയർ ആയിരുന്നു, പക്ഷേ ഒന്നും അറിയത്തില്ല. ടെക്നിക്കൽ IT-ലോട്ട് പോകാനായിട്ടാണെങ്കിൽ ടെക്നിക്കൽ നോളജ് ഇല്ല. അറ്റ്ലീസ്റ്റ് BPO പോകണമെങ്കിൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഇല്ല. അപ്പം എന്തിനു പോകും? ഞാൻ അങ്ങനെ വേറെ ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് ചെന്നൈയിൽ ആക്ച്വലി എനിക്ക് കോർ ഫീൽഡിൽ ഒരു 3 മാസം ജോലി കിട്ടിയത്. അപ്പം അവിടെ എന്ന് പറഞ്ഞാൽ നല്ല സുഖമുള്ള ജോലിയായിരുന്നു. 12 മണിക്കൂർ നിന്നുള്ള വർക്ക്. അതിനകത്ത് ഒരു 3 മിനിറ്റ് ഇടയ്ക്കിടയ്ക്ക് ഒരു 3 മണിക്കൂർ കഴിയുമ്പോൾ ഇരിക്കാനുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ട്. അപ്പം ഭയങ്കര ബുദ്ധിമുട്ട്, ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ ലാസ്റ്റ് ഞാനൊരു 4 മാസം അവിടെ വർക്ക് ചെയ്തു. അപ്പോഴേക്കും ഭയങ്കര ബുദ്ധിമുട്ടായി. പിന്നെ ലാസ്റ്റ് ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഇങ്ങനെ ഒരു ക്ഷേത്രത്തിലേക്ക് ഞാൻ എത്തി. IT-യിലേക്ക് കോഴ്സ് പഠിക്കാനായിട്ട് വന്നു. അപ്പോൾ എനിക്ക് പഠിച്ചെടുക്കാൻ ജാവയാണ്. IT-യിൽ എനിക്കതിന് മുമ്പ് ഒരു പ്രോഗ്രാമിംഗ് നോളജും അറിയത്തില്ല, C++ ഒരു ലാംഗ്വേജും അറിയത്തില്ല. അപ്പം ഇവിടെ വന്നു കഴിഞ്ഞ് കോഴ്സ് ചെയ്തത് കൊണ്ട് എനിക്കൊരു പ്രയോജനം ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല. എങ്കിലും ഓക്കെ, ഏതായാലും വീട്ടിൽ നിന്നൊന്ന് മാറി നിൽക്കാമല്ലോ, കോഴ്സ് ചെയ്യുവാണെന്നെങ്കിലും പറയാലോ എന്ന് വിചാരിച്ച് ലാസ്റ്റ് ട്രിവാൻഡ്രത്ത് വന്നു. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ സാറ് എന്നെ പറഞ്ഞു വിടണോ എന്നൊക്കെ വിചാരിച്ചു. കാരണം ഒന്നും സംസാരിക്കത്തില്ല, പഠിക്കത്തുമില്ല. അപ്പം എനിക്കും ഒരു കോൺഫിഡൻസ് കുറഞ്ഞു എന്ന് വേണമെങ്കിൽ പറയും. എന്നിട്ട് സാറ് ഒരു നെവർ എവർ ഗീവ് അപ്പ് ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ട് സാറിന്. കാരണം എത്ര പഠിക്കാത്ത കുട്ടിയാണെങ്കിലും സാറിന് അടുത്ത് വന്നു കഴിഞ്ഞാൽ അവരെ നന്നാക്കി എടുക്കണം. അത് സാറിൻ്റെ ഒരു വലിയൊരു ലക്ഷ്യമാണ്, അല്ലെങ്കിൽ സാറിൻ്റെ ഒരു ഇതാണ്. അപ്പം സാറ് കുറച്ച് നാളും കൂടെ വെയിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ഞാനും പതുക്കെ ഓരോ പ്രാക്ടീസസ് ചെയ്യാൻ തുടങ്ങി. അപ്പം ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഇതുപോലെ ഇഷ്ടം പോലെ മോട്ടിവേഷണൽ ടോക്സ് ഒക്കെ കേൾക്കാറുണ്ട്. ഞാൻ തന്നെ യൂട്യൂബിനകത്ത് സെർച്ച് ചെയ്ത് ഇതുപോലെ ഇൻസ്പിറേഷണൽ സ്റ്റോറീസ് കാണാറുണ്ട്. പക്ഷെ എല്ലാം ഒരു വൺ ഡേ, അതിൻ്റെ അപ്പുറം അതൊന്നും പോകത്തൊന്നുമില്ല. അപ്പം ഇവിടെ വന്നു കഴിഞ്ഞപ്പം സാർ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങിയപ്പോൾ ഞാൻ ബുക്കിനകത്ത് എഴുതി വെച്ചിട്ട് അത് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ഒരാഴ്ച കഴിഞ്ഞ് ഞാൻ മലയാളം പറയുന്നത് മനസ്സിലാക്കുന്നില്ല. ഞാൻ ഉത്തരം പറയുന്നു തലയാട്ട്. അപ്പൊ ഞാൻ എഴുതിയെടുക്കും, മറ്റുള്ളവർക്ക് ഇതൊന്നും എഴുതി വെച്ചു, ഇതേപോലെ എഴുതി. ഒന്ന്
വായിക്കാൻ പറ്റും, ഒരു മണിക്കൂർ വായിക്കാൻ പറ്റും. ഏതാണ്ട് എന്താണ് ഞാൻ എന്തുകൊണ്ട് ഞാൻ അപ്പൊ ഞാൻ ഈ കാര്യങ്ങളെല്ലാം പ്രാക്ടീസ് ചെയ്യാനായിട്ട് തുടങ്ങി. കാരണം അത് പ്രാക്ടീസ് ചെയ്താൽ അതുകൊണ്ട് എന്റെ ലൈഫിൽ ഒരു ചേഞ്ച് ഉണ്ടാകും എന്നൊന്നും ഞാൻ വിശ്വസിച്ചൊന്നുമില്ല. എങ്കിലും വന്നതല്ലേ, സാറ് പറഞ്ഞതല്ലേ, ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പൊ ഞാൻ ഇതുപോലെ ഒരു 10 കൂട്ടം കാര്യങ്ങളുണ്ട്, ഡെയിലി ആക്ടിവിറ്റി അല്ലെങ്കിൽ കോൺഫിഡൻസ് ഇംപ്രൂവ് ചെയ്യാനായിട്ടുള്ള ആക്ടിവിറ്റീസ്. ഇതൊക്കെ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ എനിക്ക് തന്നെ ഞാൻ അനലൈസ് ചെയ്യുമ്പോൾ എന്റെ ലൈഫിൽ ഭയങ്കര ചേഞ്ചസ് ഞാൻ തന്നെ ഫീൽ ചെയ്തു. ഇപ്പൊ നെഗറ്റീവ് ഫോഴ്സസ്. അപ്പൊ എപ്പോഴും എന്റെ കൂട്ടുകാരൊക്കെ എന്നോട് പറയോ എന്നെക്കൊണ്ട് അതൊന്നും പറ്റത്തല്ലൊന്നുമില്ല. പക്ഷെ അവരുമായിട്ടെല്ലാം ഞാൻ ശരിക്കും പറഞ്ഞ കംപ്ലീറ്റ്ലി ഡിസ്കണക്ട്. അപ്പൊ ഞാൻ അങ്ങനെ പ്രാക്ടീസസ് എല്ലാം ചെയ്തു. ഏകദേശം 1.5 വർഷം കഴിഞ്ഞപ്പോൾ എന്റെ ലൈഫിലെ ആദ്യത്തെ അച്ചീവ്മെന്റ് ഉണ്ടായി. ഞാൻ ജാവയിൽ ഒരു ബുക്ക് എഴുതി. ഞാൻ 10 വർഷം ഈ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാര് റെഫർ ചെയ്യാൻ ഉപയോഗിക്കുന്നത് 1.5 വർഷത്തെ എക്സ്പീരിയൻസിന് ശേഷം ഇദ്ദേഹം എഴുതിയ ജാവ ജ്യൂസ് എന്ന് പറയുന്ന ബുക്കാണ്. ഒരു കമ്പനിയുടെ ഡയറക്ടർ കാണണം. എന്തായാലും പക്ഷേ പേരാണ് ഇതൊന്നും നെറ്റിന്നൊന്നും നോക്കിയിട്ടില്ല. അദ്ദേഹത്തിന്റെ മാനസികമായ ആ നോളജ് അതിലൂടെ ഞാനിപ്പം 4 വർഷമായിട്ട് ഞാൻ ഇവിടെ ചേർത്തലയിൽ വർക്ക് ചെയ്യുന്നു. എന്റെ ഡെസിഗ്നേഷൻ എന്ന് പറയുന്നത് പ്രോഗ്രാം മാനേജർ എന്നാണ്. അതുപോലെ ഞാൻ യൂട്യൂബിൽ നമുക്കൊരു ചാനലുണ്ട്. അതിനകത്ത് ജാവയായിട്ട് ബന്ധപ്പെട്ട ചില വീഡിയോസ്, കുറേ വീഡിയോസ് ഇടുന്നുണ്ട്, പബ്ലിഷ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ജാവ പഠിക്കണമെങ്കിൽ ആ യൂട്യൂബ് ചാനൽ റെഫർ ചെയ്യാം. ജയത്ര കേരള എന്നാണ് അതിന്റെ പേര്. അത് ഇപ്പൊ ഞാൻ ജയത്ര കേരള പറയാം. ഇപ്പൊ ഞാൻ US-ലുള്ള ഒരു അമേരിക്കൻ കമ്പനിയിൽ ഒരു സീനിയർ ഡെവലപ്പറായിട്ടും ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. തന്നെ ഈ കമ്പനിയുടെ രാവിലെ ഒരു അപ്പം നിങ്ങൾ ഓർക്കണം, ഞാൻ സത്യസന്ധമായിട്ടാണ് പറഞ്ഞത്. ഞാൻ എഞ്ചിനീയറിംഗ് പഠിച്ചു കഴിഞ്ഞപ്പം ഒരു സെന്റൻസ് ഇംഗ്ലീഷ് ഞാൻ സംസാരിക്കത്തില്ലായിരുന്നു. പെട്ടെന്ന് ഞാനൊരു ഇത് പറയാം. എനിക്കൊരു ക്യാമ്പസ് സെലക്ഷൻ അവിടെ വന്നു കഴിഞ്ഞപ്പം ഒരു എക്സാഗർ എന്ന് പറയുന്ന കമ്പനിയിൽ ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ ഉണ്ടായിരുന്നു. അപ്പൊ 40 പേര് ഒരു പാനലിൽ ഇരിക്കുവാണ്. 39 പേര് 2020 ആയിരുന്നു ആ ഗ്രൂപ്പ് ഡിസ്കഷൻ ടോപ്പിക്ക് തന്നിട്ട്. 39 പേര് സംസാരിച്ചു, ഒരാൾ മാത്രം അവിടെ മൗനമായിട്ട് ഞാനായിരുന്നു. അപ്പൊ എനിക്കത് കഴിഞ്ഞിട്ട് ഇറങ്ങിക്കഴിഞ്ഞ ഒരാഴ്ച ഞാൻ കരഞ്ഞായിരുന്നു. കാരണം ഒരു വാക്ക് എനിക്ക് സംസാരിക്കാൻ അറിയില്ല. അങ്ങനെയുള്ള ഞാൻ 4 വർഷം കൊണ്ട് US-ലും UK-ലും അല്ലെങ്കിൽ ടെക്നോ പാർക്ക്, ഇൻഫോ പാർക്കിലും ഇതുപോലുള്ള കോർപ്പറേറ്റ് കമ്പനികൾക്ക് ഇംഗ്ലീഷിൽ അല്ലെങ്കിൽ 3-4 മണിക്കൂർ ക്ലാസ് എടുക്കാൻ പറ്റിയെന്ന് പറയുവാണെങ്കിൽ അതൊരു ഭയങ്കര വിജയമാണ്. അപ്പൊ എങ്ങനെയാണ് ആക്ച്വലി ആ ചേഞ്ചസ് തുടങ്ങിയെന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള പ്രാക്ടീസസ് ആണ്. അപ്പൊ ഞാൻ എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് പറയുവാണ്, നിങ്ങൾ സാർ ഈ പറയുന്ന ഈ 10 പോയിന്റ്സ് ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഡെയിലി ആക്ടിവിറ്റി. 10 പോയിന്റ്സ് നിങ്ങൾ ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നിങ്ങൾ ഡിസൈഡ് ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ ലൈഫ് ചേഞ്ച്, നിങ്ങളുടെ ലൈഫ് നിങ്ങൾ സ്വപ്നം കാണുന്നതിനേക്കാളും കുറവായിട്ട് ചേഞ്ച് ആവും. താങ്ക് യു. പിന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ആക്ച്വലി കേരള സാഹചര്യത്തിൽ പുള്ളിയുടെ ജീവിതം പരാജയം. കല്യാണം കഴിച്ചൊരു കുട്ടിയുണ്ടായി, കുട്ടിയെ കൊണ്ട് ഭാര്യയും പോയി, ഒരു ജോലി കിട്ടി, അത് പോയി. അതിന് സ്ഥിരമായിട്ട് ജോലികൾ വെച്ചുകൊണ്ടിരുന്നു. ഒരിടത്തും ഒരു സ്ഥിര വരുമാനമില്ല. പുള്ളി 60 വയസ്സ് കഴിഞ്ഞപ്പോൾ റിട്ടയർ ചെയ്യുമ്പോൾ ചെറിയൊരു എമൗണ്ട് ആയതുകൊണ്ട് കൊടുക്കുക. അതുകൊണ്ട് ജീവിക്കാൻ പറ്റത്തില്ല. അവസാനം പുള്ളി ഡിസൈഡ് ടു സൂയിസൈഡ്. അല്ലേ, കഥ അറിയാമല്ലോ. 65-ാമത്തെ വയസ്സിൽ
he decided to commit suicide. While writing his suicide note sitting under a tree, he thought for a while what he would have accomplished had he had a choice to start his life all over again. ഒരിക്കൽ കൂടെ എനിക്ക് ജീവിതം തുടങ്ങാൻ പറ്റിയാൽ ഞാൻ എന്തായി തീർന്നേനെ എന്ന് പുള്ളി ചിന്തിച്ചു തുടങ്ങി. സൂയിസൈഡ് ചെയ്യേണ്ട തീരുമാനിച്ചു. ചിക്കൻ, മേക്കിംഗ് ദ ചിക്കൻ, ബെസ്റ്റ് ചിക്കൻ ഇൻ ദ വേൾഡ്. പുള്ളി ചിക്കൻ ഉണ്ടാക്കി. അതിനുശേഷം 65-ാമത്തെ വയസ്സ് കഴിഞ്ഞ് സെക്കൻഡേക്ക് ഞാൻ പോയിട്ടുണ്ടെന്നല്ല, ചിക്കൻ ഉണ്ടാക്കി. പക്ഷെ ലൈസൻസ് വേണം അത് മാർക്കറ്റ് ചെയ്യപ്പെടണമെങ്കിൽ. അങ്ങനെ ലൈസൻസിന് വേണ്ടി 65-ാമത്തെ വയസ്സ് കഴിഞ്ഞതിന് ശേഷം പുള്ളി 1109 റെസ്റ്റോറൻറ്റുകളിൽ ലൈസൻസിന് വേണ്ടി കയറി ഇറങ്ങി. നമുക്ക് കിട്ടിയില്ല. ബട്ട് 1110 restaurants a year. KFC is born. At the age of 88, he became the multi-billionaire. ലോകത്തെ 23 കൺട്രികളിലെല്ലാം കൂടുതൽ കൺട്രീസിൽ 10-25,000 ഔട്ട്ലെറ്റ്സുകളുമായിട്ട് എത്രയോ പേർക്ക് ജോലി കൊടുത്തുകൊണ്ടിരിക്കും. മറ്റു പ്രായമൊന്നും ഒരു വിഷയമല്ല, ഇതൊന്നും ഒരു വിഷയമല്ല. ഡിസൈഡ് പക്ഷെ പിന്നെ എന്താ എന്ത് തന്നെ ആക്ഷൻ ഇംഗ്ലീഷ് 3 മാസം കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞിട്ട് അത്യാവശ്യം നല്ലോണം ഇംഗ്ലീഷ് സംസാരിക്കുമെന്ന് ആൻസി പറയുന്നതായിരിക്കും. ഞാൻ എനിക്ക് ആൻസിനെ ഐഡന്റിഫൈ ചെയ്ത് വെറുതെ ആൻസി എന്നുള്ള ഒരു ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാവുന്ന നോക്കിയിട്ടല്ല ഉണ്ട്. ബട്ട് എന്തോ പുള്ളിയുടെ മനസ്സിൽ ആഗ്രഹമുണ്ട്, അത് നടക്കുമെന്ന് എന്റെ മനസ്സിൽ തോന്നി. അതുകൊണ്ടാണ് പറഞ്ഞത് 3 മാസം കഴിയുമ്പോൾ നല്ലോണം ഇംഗ്ലീഷ് സംസാരിക്കും. ഉറപ്പ് ഇവിടെ വന്ന് പറയണം. ഞാൻ അച്ഛനോട് പറയാം, ഒക്കുവാണെങ്കിൽ ആ ടെസ്റ്റ് വഴി. ഞാൻ ഈ 2 കാര്യങ്ങൾ പറഞ്ഞു. 2 പേര് എല്ലാവരുടെ സമയമില്ലാത്തതുകൊണ്ടാണ് പറയാത്തത്. ഈ 2 പേരെ ഞാൻ പറഞ്ഞത് സിലി, ടെൻഷൻ ആൻഡ് കോൺഫിഡൻസ്. കോൺഫിഡൻസ് എന്താ? കോൺഫിഡൻസ് സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ആൻഡ് ഇന്റേണൽ ഫീലിംഗ് ദാറ്റ് ലീഡ്സ് ടു സക്സസ്. നമ്മുടെ ഉള്ളിൽ ഒരു തോന്നൽ, അതിന് ഇത് ചെയ്താൽ മതി. കോൺഫിഡൻസ് കിട്ടാനായിട്ട് ഈ കാര്യങ്ങൾ ചെയ്താൽ കോൺഫിഡൻസ് കിട്ടും. കോൺഫിഡൻസ് കിട്ടുന്നതുകൊണ്ടല്ലേ ടെൻഷൻ ഇല്ലാത്ത. എനിക്ക് ഇവിടെ സംസാരിക്കേണ്ട ടെൻഷൻ ഇല്ലാത്ത. രാത്രി വരെ പറയണമെന്ന് പറഞ്ഞാൽ പറയാം, നിങ്ങൾ ഉറക്കാതിരിക്കുക, അങ്ങനെയൊക്കെ ഉറങ്ങിയെടുക്കും. എന്നാൽ പോലും ഉറക്കാതിരിക്കാം, എനിക്ക് പറയാൻ പറ്റും. അതെന്തുകൊണ്ടാണ്? കോൺഫിഡൻസ് ഉള്ളതുകൊണ്ട്. എനിക്ക് ടെൻഷൻ ഇല്ല. അപ്പൊ ഇതെല്ലാം കണക്റ്റഡ് ആണ്. അപ്പൊ ഈ കാര്യം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോൺഫിഡൻസ് ലഭിക്കും, ടെൻഷൻ മാറും. ടെൻഷൻ മാറുമെന്ന് സിസിലിയും ഇംഗ്ലീഷ് പഠിക്കും ആൻസിയും പറഞ്ഞു. എന്റെ രണ്ടുപേരും എന്റെ കൊണ്ടുപോയി വാങ്ങിച്ചു പോകണം. ഓക്കെ, അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങളെ ഞാൻ പറഞ്ഞേ ഏറ്റവും ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു വർക്ക് അങ്ങോട്ട് പോയി വാങ്ങിച്ച് ചെയ്യണം. അടുത്തത് സ്റ്റോപ്പ് പ്രോക്രാസ്റ്റിനേറ്റിംഗ്, പോസ്റ്റ്പോൺ ചെയ്യുന്ന പരിപാടി. ഇന്നൊരു കാര്യം ചെയ്യണമെങ്കിൽ ഇന്ന് തന്നെ ചെയ്യാം, നാളത്തേക്ക് മാറ്റി പറയുന്ന 10 മിനിറ്റ്. ഇന്നൊരു കാര്യം ചെയ്യണമെന്ന് വെച്ചാൽ ഇന്ന് ചെയ്യാം. നാളെ 6 മണിക്ക് കംപ്ലീറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ 6 മണിക്ക് കംപ്ലീറ്റ് ചെയ്യാം. കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ലെന്ന് മേക്ക് ഷുവർ യു സിറ്റ് ഫോർ എക്സ്ട്രാ 2 hours ആൻഡ് കംപ്ലീറ്റിംഗ് ഇറ്റ്. ഒരിക്കലും ഡ്രാഗ് ഇങ്ങനെ കൊണ്ടുപോകരുത്. സ്റ്റോപ്പ് പ്രോക്രാസ്റ്റിനേറ്റിംഗ്. ഇപ്പൊ നമ്മുടെ വൊക്കാബുലറി ആ ഒരു വാക്കോടെ പഠിച്ചു. നീട്ടിവെക്കുക. എന്താ പഠിപ്പിച്ചിട്ടുണ്ട്? പോസ്റ്റ്പോൺ ചെയ്യരുതെന്ന് പറയാം. ഒരു കാര്യം പോസ്റ്റ്പോൺ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഈ വാക്ക് പറയുന്നത് ഇപ്പൊ നാളെ നിങ്ങൾ വിദേശത്തുള്ളവരോട് സംസാരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ പോയിട്ടൊക്കെ. അപ്പൊ ഇത്തരം പ്രയോഗങ്ങളും വൊക്കാബുലറിയൊക്കെ നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്തെടുക്കണം. ഒരു അക്സെപ്റ്റൻസ് കിട്ടും. സാധാരണ സംസാരിക്കുന്നതിന് വ്യത്യസ്തമായിട്ട് സംസാരിക്കുന്നതിന് അവർക്ക് ഫീല് കിട്ടും. ആ ഒരു പേരെങ്ങനെ? ആനന്ദ്. ആനന്ദ് എന്റെ നമ്പർ തുടങ്ങണം. എന്റെ നമ്പർ ഒന്ന് വായിച്ചേക്കണം. അടുത്തത് ഒരു നല്ല പ്രവൃത്തി ചെയ്യുക എല്ലാ ദിവസവും. By doing a good deed, you will feel good about others. നമുക്കൊരു ഫീല് കിട്ടും, ലോകത്തിന് നമ്മൾ ഒരു ഭാരമല്ലെന്ന്. നമുക്കൊരു ഫീല് കിട്ടും. ചില സമയത്ത് ഇന്നലെ രാവിലെ എൻ്റെ ഒരു ക്ലയന്റ് വന്നിട്ടുണ്ടായിരുന്നു US നിന്ന്. അപ്പൊ അദ്ദേഹത്തിന്
എയർപോർട്ടിൽ പോകണം. അപ്പം ഹോട്ടലിൽ ഞാൻ പിക്ക് ചെയ്തു. ഇവർ രാവിലെ ഞായറാഴ്ച രാവിലെ അവരെ വിളിച്ചിട്ടുണ്ട്. ഏർലി മോർണിംഗ് 5 o'clock പുള്ളി എയർപോർട്ട് വിട്ടു. എയർപോർട്ട് വിട്ട് തിരിച്ചു വന്നപ്പോൾ അടുത്ത പള്ളി കുർബാനയുണ്ട്. അവിടെ വലിയ അവിടെ സെന്റ് ആൻഡ്രീസ് പള്ളി കുർബാന അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്തോ ഐ വാസ് ഫീലിംഗ് ലിറ്റിൽ ലോ. എന്തോ ഒരു സമയമില്ല. എനിക്ക് ആരെങ്കിലും ഒന്ന് സഹായിക്കണം. പെട്ടെന്നൊരു വികാരമാണ്. ആരെങ്കിലും ഒന്ന് സഹായിക്കണം. ഞാനപ്പോൾ അവിടെ കുർബാന അച്ഛനോട് പറഞ്ഞാൽ ഈ ഇവിടെയുള്ള ആൾക്കാരുടെ പഠനമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം അപ്പോൾ അത് കോൺടാക്ട് ചെയ്യാൻ നമ്പർ തരാൻ പറഞ്ഞു. അച്ഛൻ ധൃതിയാണ്. അച്ഛൻ കുർബാനയ്ക്കാണ്. അച്ഛൻ ധൃതിക്കാൻ പോയി. അപ്പോഴും എനിക്കൊരു മനസ്സാനം കിട്ടിയില്ല. ഇവർ രണ്ടുപേരും എൻ്റെ അവിടെ വണ്ടിയിലുണ്ട്. എന്റെ മനസ്സിൽ ആരെങ്കിലും എന്തെങ്കിലും ചുമ്മാ അവിടെ പോയി സഹായിക്കാൻ പറ്റും. ഞാൻ അത് കഴിഞ്ഞ് തിരിച്ച് ഇങ്ങോട്ട് വരുമ്പോൾ തമ്പാനൂർ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഒരു ബസ് സ്റ്റോപ്പിനോട് നിന്നപ്പോൾ എൻ്റെ തൊട്ട് സൈഡിൽ ഒരു ഓട്ടോറിക്ഷ അദ്ദേഹം ഇങ്ങനെ കരഞ്ഞുകൊണ്ട് വിളിക്കുക തന്നെ. ഓട്ടോറിക്ഷ ഡ്രൈവർ എൻ്റെ ലൈഫിൽ ഞാനിങ്ങനെ വഴി ഇങ്ങനെ പോകുന്ന സമയത്ത് നമ്മുടെ റോഡിൽ നിന്നാലും സഹായം വേണമെന്നൊക്കെ പറഞ്ഞ് ട്രാഫിക്കിനോട് വെച്ച് പറയും. ഇത് കരഞ്ഞുകൊണ്ട് വിളിക്കുക. ഞാൻ ഗ്ലാസ് താത്തും. എൻ്റെ മോക്കസുമായി കിടക്കുമ്പോൾ ഞാൻ അങ്ങോട്ട് പോകുന്നത് സഹായം. എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഒരാള് ഓട്ടോറിക്ഷ ഓടിക്കുന്ന ഒരു ഡ്രൈവർ ഇങ്ങനെ ഒരു സഹായം ചോദിക്കുന്ന ഒരു ഇൻസിഡന്റ് ഉണ്ടായി ഇത്രയും വർഷങ്ങൾക്ക് ശേഷം. എനിക്ക് അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്കൊരു സന്തോഷം കിട്ടി. ഇന്നത്തെ ദിവസം നല്ലൊരു ദിവസമായിരുന്നു. കാരണം നമ്മുടെ മനസ്സ് അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ ദൈവം അങ്ങനെ സാഹചര്യം ഉണ്ടാക്കി തരും. എല്ലാ ദിവസവും യു മേക്ക് ഷുവർ വൺ ഗുഡ് തിങ്. നമ്മൾ ഇറങ്ങി പോകുമ്പോൾ നമ്മുടെ ഡോറ് പുറത്ത് വരുന്ന ആൾക്കൊന്ന് പിടിച്ചു കൊടുക്കുന്നതാണ്. ബസ്സിൽ സീറ്റ് കൊടുക്കുന്നു, അല്ലെങ്കിൽ ഒരു പ്രായമുള്ള ഒരാളിനെ റോഡ് ക്രോസ് ചെയ്യാൻ സഹായിക്കും. എന്തുമായിട്ടുള്ളത് മനസ്സിലില്ലാത്ത കാര്യം ചെയ്യണം. ഒരു നല്ല പ്രവൃത്തി ചെയ്യുന്നത് വഴി നമ്മൾ ലോകത്തിന് ഭാരം അല്ല എന്ന് ഭാരമല്ല എന്ന്. സോ ഡൂയിങ് എ ഗുഡ് ഡീഡ്, നല്ലൊരു പ്രവൃത്തി, അതാണ് പോയിന്റ്. 9ാമത്തെ പോയിന്റ് അറ്റയർ. നമ്മുടെ വേഷം അറ്റയർ. ഇറ്റ് മേക്സ് എ ഡിഫറൻസ്. നമുക്ക് എനിക്കിപ്പോ ഞാനൊരു ലൂസ് ഷർട്ട് ഞാൻ സംസാരിക്കും. പക്ഷെ ജനറലി നമ്മൾ ഇവിടെ ഒരു ലൂസ് ഷർട്ടും ഒരു വൃത്തിയില്ലാത്ത ഇതൊക്കെ ഇച്ചിരി സംസാരിക്കാൻ ഒരു ധൈര്യക്കുറവുണ്ടോ? നമ്മളൊരു ഇന്റർവ്യൂവിന് പോകുമ്പോഴോ അല്ലെങ്കിൽ ഒരു ഇമ്പോർട്ടന്റ് മീറ്റിങ്ങിന് പോകുമ്പോഴോ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട പ്രോഗ്രാമിന് പോകുമ്പോഴോ മേക്ക് ഷുവർ ദാറ്റ് യു ആർ നിങ്ങളുടെ ഡ്രസ്സ് നല്ല വെൽ ഡ്രസ്ഡ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കപ്പെടും. നിങ്ങളുടെ ഡ്രസ്സിൽ കൂടെ ശ്രദ്ധിക്കപ്പെടും. നിങ്ങളുടെ വേഷമോ അല്ലെങ്കിൽ കെട്ടി വാച്ചോ എല്ലാം ഒരു ശ്രദ്ധിക്കപ്പെടുന്ന വേഷമായിരിക്കും. അത് വില കൂടിയതല്ല, ഉള്ളത് വൃത്തിയായിട്ട് അയൻ ചെയ്തൊക്കെ കൊണ്ടുവരാം. ഫൈനൽ തിങ് 10th പോയിന്റ് അല്ലേ, ഗ്രാറ്റിറ്റ്യൂഡ്. ഇന്നലെ മിനിഞ്ഞാന്ന് ഞങ്ങൾ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു ചെങ്ങന്നൂര്. അങ്ങോട്ട് പോയ സമയത്ത് എറണാകുളത്തു നിന്നൊരു ആൾ വിളിച്ചു, നമ്മുടെ ഒരു സ്റ്റുഡൻറ് വിളിച്ചു. അദ്ദേഹത്തിന് 2 ജോലി കിട്ടി. അതിലേത് സെലക്ട് ചെയ്യും? അപ്പം 2 നല്ല ജോലിയാണ്. ഒന്ന് ഒരു MNC ആണോ, ഒന്നൊരു ഇന്ത്യൻ കമ്പനി. അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്നത് സെലക്ട് ചെയ്യാൻ പറഞ്ഞു. ഫോൺ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും വിളിച്ചിട്ട് പുള്ളി പറഞ്ഞു, സാറേ അത് അങ്ങനെ ചെയ്താൽ പോലെ, ഇതല്ലേ ഓപ്ഷൻ അല്ല. ഞാൻ പറഞ്ഞു പിന്നെ എന്തിനാ എന്നോട് ചോദിച്ചു, സ്വന്തമായിട്ട് ഡിസിഷൻ തന്നെ. ഉടനെ പുള്ളി പറഞ്ഞു സാർ ഇന്നലെ 100 പ്രാവശ്യം വിളിച്ചു എന്നിട്ട് കട്ട് ചെയ്തില്ല. എനിക്ക് ഭയങ്കര ദേഷ്യം. ഇന്നലെ 100 പ്രാവശ്യം പുള്ളി വിളിച്ചത് എനിക്ക് ഞാൻ പറഞ്ഞു ഞാൻ ഇത്രയും ബിസി എന്നിട്ട് നീ എന്തിനാ ആർക്കില്ല, നീ എന്നെ പഠിപ്പിക്കാൻ പഠിച്ചതിന് 2 ജോലി ഞങ്ങൾ വാങ്ങിച്ചു തരുകയും ചെയ്തു. ഞാൻ ഫോൺ ഡിസ്കണക്ട് ചെയ്തു. ഞങ്ങൾ ചെങ്ങന്നൂർ പോയി തിരിച്ചു വന്ന് ഞങ്ങളുടെ കൂടെ ആളുണ്ടായിരുന്നു. ഇവിടെ വന്നു പാളയം വന്ന് ആ ഞങ്ങളുടെ താമസിക്കുന്ന സ്ഥലത്തോട്ട് പോകുമ്പോൾ ജീവയുടെ ഫോണിൽ ഇവൻ വിളിച്ചു, എനിക്ക് സാറിനെ ഒന്ന് കാണണം. അപ്പം എറണാകുളത്തിൻ്റെ എന്ത് കാണുന്നത്? അല്ല, എനിക്ക് സാറിനെ നേരിട്ടൊന്ന് കാണണം എന്നെ. അപ്പം ഞാൻ പുള്ളിക്കാരി പറഞ്ഞു ഓക്കെ എപ്പോഴാന്ന് ചെയ്ത ദിവസം എന്ന് വിളിച്ചു. അല്ല ഞാൻ ഇപ്പം പാളയത്തുണ്ട്. അപ്പം അത്ഭുതപ്പെട്ടു. എറണാകുളം ഉച്ചയ്ക്ക് വിളിച്ചപ്പോൾ എറണാകുളത്തുണ്ടായിരുന്നു, വൈകുന്നേരം ഇപ്പോൾ പാളയത്ത് ട്രിവാൻഡ്രത്ത് എത്തി. അപ്പം ലൊക്കേഷൻ അയച്ചു കൊടുത്തു. പുള്ളി അവിടെ വന്നു. പുള്ളി പറഞ്ഞ കാര്യം ഇതായിരുന്നു, പുള്ളി ജീവിതത്തിലൊരു പ്രതിസന്ധി കൂടെ കടന്നു പോകുമായിരുന്നു. പുള്ളിയുടെ ആക്സിഡന്റ് വന്നു, പുള്ളിയുടെ കാലിന്റെ തള്ളവെല്ലൊക്കെ മുറിച്ചായിരുന്നു. അപ്പം ആ സമയത്ത് പുള്ളിക്ക് ഫിനാൻഷ്യലി ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു. ഞങ്ങൾ സപ്പോർട്ടീവായിട്ട് നമ്മൾ ട്രെയിനിങ് കൊടുത്തായിരുന്നു. പുള്ളിയെ ബുദ്ധിമുട്ടിക്കാതെ ഞാൻ ഇതിനൊക്കെ നന്ദിയുള്ളവനായിരിക്കണമായിരുന്നു. പക്ഷെ എന്തോ ആ ഡിസിഷൻ മേക്കിന്റെ കേസ് വന്നു ഞാനങ്ങ് വൈകാരികമായിട്ട് സാറിനോട് സംസാരിച്ചു പോയി. നന്ദി ഉണ്ടായിരിക്കേണ്ടതായിരുന്നു, അത് കാട്ടിയില്ലെന്ന് മാത്രമല്ല എൻ്റെ ട്യൂണും ഞാനൊന്ന്
മാറ്റി. എനിക്ക് ഒരു നേരം എന്തോ ഒരു 3 മാസത്തെ മെന്റർ അല്ല വേണ്ട. ഐ വോണ്ട് യു ആസ് മൈ ലൈഫ് ലോങ് മെന്റർ. ഐ ഡോണ്ട് വോണ്ട് ടു ലൂസ് യു. I just came all over, train travel is I came to this place to say one word, sorry. But sorry, 5 minutes അവിടെ സ്പെൻഡ് ചെയ്തു. 5 മിനിറ്റ് കഴിഞ്ഞ പുള്ളി ഓക്കെ ഞാൻ പറഞ്ഞു ഇനി ലേറ്റ് ആയിക്കോ, എന്നിട്ട് 7 മണി കഴിഞ്ഞു 7 മണി ഞാൻ കൊള്ളാൻ പോകും. ഈ നന്ദി ഉണ്ടാകണം. നിങ്ങളെ പഠിപ്പിച്ച അധ്യാപകർ, നിങ്ങൾക്ക് ഈ അവസരം ഉണ്ടാക്കി തന്ന വ്യക്തികൾ, അല്ലെങ്കിൽ ഈ ഒരു പ്രോഗ്രാം ചെയ്ത് അവസരം ഉണ്ടാക്കി തന്നവർ, ചെറിയ തരത്തിൽ അത് വാക്ക് പറഞ്ഞപ്പോൾ തന്നെ മിനിറ്റ് ഓർത്തിരിക്കും ഇല്ലേ? ചിലപ്പോൾ ആ ഒരു വാക്ക് ഒരു സമൂഹത്തിന്റെ മുമ്പിൽ എന്ന് പറയുമ്പോൾ എല്ലാവരും മറ്റേ പദപ്രയോഗം നമ്മളിത് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കപ്പെടും. എല്ലാ അധ്യാപകരോടും എല്ലാ സ്റ്റാഫിനോടും നിങ്ങളെ ഒരു തരത്തിലോ അല്ല മറ്റൊരു തരത്തിലോ സഹായിച്ചിട്ടുള്ളവരോട് എല്ലാം നന്ദിയുണ്ടാകും. എല്ലാവരും നല്ലോണം പഠിപ്പിക്കുന്നവരാകണമെന്നില്ല. ചിലപ്പോൾ നമ്മൾ ചോദിക്കുമ്പോഴത്തില്ലേ ഞങ്ങൾക്ക് സുഷ്മ മിസ്സിനെ എപ്പോഴും ഏത് മിസ്സിനെയാണ് സുഷ്മ മിസ് നല്ലോണം പഠിപ്പിച്ചല്ല, ഇത് നല്ലോണം പഠിപ്പിക്കത്തൊന്നുമില്ലായിരുന്നു. പക്ഷെ ക്ലാസ് കഴിയുമ്പോൾ വീട്ടിലൊക്കെ ഒരു വിശേഷം 2 പാഠങ്ങളോട് ചോദിക്കുന്നത് പ്രത്യേകത്തോടെ ചോദിക്കുന്നത്. അവരോടൊക്കെ നല്ലോണം പഠിപ്പിച്ചവരെ, അല്ലെ നമ്മുടെ ക്ഷേമം അന്വേഷിച്ചവരെ, നമ്മളെ സഹായിച്ചവരെ, സഹകരിച്ചവരെ, നമ്മുടെ നന്മ ആഗ്രഹിച്ചവരെ എല്ലാം ഒരു നന്ദിയോടൊപ്പം ഓർക്കണം. അവർക്ക് പറ്റുമ്പോഴൊക്കെ അവർ ഒന്ന് സംസാരിക്കും, അല്ലെങ്കിൽ ദൈവത്തോട് പറയുകയും ചെയ്യും. ഗ്രാറ്റിറ്റ്യൂഡ്. അപ്പം മരുന്നെന്ന് പറയുന്നത് എല്ലാ ദിവസവും രാവിലെ ഒരാക്ടിവിറ്റി 20 മിനിറ്റ് നിങ്ങൾ ഡിസൈഡ് ചെയ്യും. ഈ മരുന്നിന്റെ പഥ്യമാണ് ഈ പറഞ്ഞ 10 കൂട്ടം കാര്യങ്ങൾ. ആ 10 കൂട്ടം കാര്യങ്ങളൊന്ന് പറയാം. എല്ലാം 10 കൂട്ടം കാര്യങ്ങൾ ഞാൻ ഒന്ന് പറയാം, എഴുതിയെടുത്തോ. ദൈവമായിരിക്കണം ഒന്നാമത്തേത്. രണ്ടാമത്തേത് ട്രീൻ ചെയ്യുക, നമ്മൾ പറഞ്ഞു. മൂന്നാമത്തേത് സ്റ്റേ അവേ ഫ്രം നെഗറ്റിവിറ്റി, നെഗറ്റീവ് ഫോഴ്സിൽ നിന്നും മാറി. നാലാമത്തേത് ഗുഡ് നോളജ്, നിങ്ങളുടെ എല്ലാ സബ്ജക്റ്റിനെ പറ്റി നോളജ് ഉണ്ടാകണം, നിങ്ങളുടെ കോർ ഏരിയയിൽ നല്ല നോളജ് ഉണ്ടാകണം. അഞ്ചാമത്തേത് വെറുതെ ഇരിക്കുന്നത്, ഇനാക്ഷൻ ബീഡ് ഡൗട്ട് ആൻഡ് ഫിയർ, വേറെ ആക്ഷൻ ബീഡ് കോൺഫിഡൻസ് ആൻഡ് കറേജ്. ആറാമത്തേത് ബി പ്രൊയാക്റ്റീവ്, പ്രൊയാക്റ്റീവ് ആയിരിക്കണം. ആൻഡ് ടേക്ക് അപ്പ് സം ചലഞ്ചിങ് വർക്ക് ഫോർ വിച്ച് ജനറലി സേ നോ. നിങ്ങൾ സാധാരണ നോ പറയുന്ന ഒരു വർക്ക് അങ്ങോട്ട് പോയി ഏറ്റെടുത്ത് ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യണം. ഏഴാമത്തേത് സ്റ്റോപ്പ് പ്രോക്രാസ്റ്റിനേറ്റിംഗ്, പോസ്റ്റ്പോൺ ചെയ്യണം. എട്ടാമത്തേത് ഡു എ ഗുഡ് ജോബ്. ബൈ ഡൂയിങ് എ ഗുഡ് തിങ് യു വിൽ ഫീൽ ബെറ്റർ അബൌട്ട് യുവർസെൽഫ് ആൻഡ് ദ വേൾഡ് അറൗണ്ട് യു. നിങ്ങൾക്ക് നിങ്ങളെ പറ്റി, നിങ്ങളുടെ സമൂഹത്തെ പറ്റി, ചുവട്ടെ പറ്റി നമുക്ക് നല്ലത് മാത്രം ചിന്തിക്കുന്നത്, നല്ല പ്രവർത്തികൾ ചെയ്യണം. ഒമ്പതാമത്തേത് അറ്റയം, നിങ്ങളുടെ വേഷമില്ല അറ്റയം. പത്താമത്തേത് ഗ്രാറ്റിറ്റ്യൂഡ്. 5 മിനിറ്റ് എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കാണ്ട് ക്വസ്റ്റ്യൻ ചോദിക്കാം. എനി ജനറൽ ക്വസ്റ്റ്യൻ അങ്ങോട്ട് സംസാരിക്കാം, അങ്ങോട്ട് സംസാരിക്കാം. എന്നോട് പറഞ്ഞു എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ആനന്ദ്, ഈ ഹാവ് എനി ക്വസ്റ്റ്യൻ? ആനന്ദ്, എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടോ? നിങ്ങളൊന്നും ചോദിച്ചില്ല, നിങ്ങൾ ചുമ്മാ വെറുതെ കേട്ടോട്ട് പോകുന്നു. ജാവ പഠിക്കാൻ നിങ്ങൾ എന്ത് കഴിഞ്ഞവരാണ്? എന്ത് കോഴ്സ് കഴിഞ്ഞവരാണ്? ഡിഗ്രി കഴിഞ്ഞു. എത്ര പേർക്ക് ജാവ പഠിക്കാൻ ആഗ്രഹമുണ്ട്? ജാവ ഒരു മിനിറ്റ് വേണം. എത്ര പേർക്ക് കോർ ജാവ പഠിക്കാൻ ആഗ്രഹം? ഓക്കെ, ഡിഗ്രി കഴിഞ്ഞതാണ് ജാവ പഠിക്കാൻ താല്പര്യമുണ്ട്. നിങ്ങൾ ഏതെങ്കിലും ഡിഗ്രി കഴിഞ്ഞവരാണെങ്കിൽ നിങ്ങൾ ജാവ പഠിച്ചാൽ നിങ്ങൾക്ക് ആ ഫീൽഡ് ജോലി കിട്ടും. ഞങ്ങളുടെ ഫീസൊക്കെ വളരെ ഇച്ചിരി ഉയർന്ന ഫീസാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഫീസ് പറയുന്നില്ല. ഇക്കൂട്ടത്തിൽ ജാവ പഠിക്കാൻ താല്പര്യമുള്ളവർ, കോർ ജാവ പഠിക്കാൻ താല്പര്യമുള്ളവർ നിങ്ങളുടെ പേര് ആ മിസ്സിൻ്റെ കൊടുക്കുക, പേരും ഫോൺ നമ്പറും അവരെ 2 പേരെ കൊടുക്കുക. നിങ്ങളുടെ ഫീസ്
റീറ്റെയിൽ ട്രെയിനിങ് കംപ്ലീറ്റ് ഫ്രീ ആക്കണമെന്നാണ് ധരിച്ചു വെച്ചിരിക്കുന്നത്. കോർപ്പറേറ്റ് ട്രെയിനിങ് നമുക്ക് ഫീ കട്ടി നമുക്ക് മണി, പക്ഷേ ചില സമയത്ത് നമുക്കൊക്കെ റിപ്പോർട്ട് ആകുന്നത് അതുകൊണ്ടാണ് അറിയുന്നത്. ഞങ്ങളുടെ കോഴ്സ് ഫീ എന്ന് പറഞ്ഞാൽ ജാവ ഫുൾ സ്റ്റാക്ക് എന്ന് പറഞ്ഞ കോഴ്സിന് 55,000 ആണ്, ജാവ JGV എന്ന് പറഞ്ഞാൽ 45,000 ആണ്, കോർ ജാവ മാത്രം പഠിക്കുകയാണെങ്കിൽ 20,000 ആണ്. ഈ 20,000 കോഴ്സ് ഞങ്ങൾ കണ്ടക്ട് ചെയ്യുന്നത് അടുത്ത ബാച്ച് 8-ാം തീയതി രാത്രി 8 മണിക്ക്, അതായത് മറ്റന്നാൾ രാത്രി 8 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുക്കുക, നിങ്ങൾക്ക് 0 ഫീസ്. പഠിക്കാൻ ആത്മാർത്ഥാണ് പഠിക്കണം. 3 മാസം ജോലിയും വാങ്ങിക്കും, 3 മാസം ജോലിയും വാങ്ങിക്കും. പഠിച്ചിട്ട് ഇങ്ങനെ വെറുതെ നടക്കാം, കേട്ടിട്ട് പഠിച്ചിട്ട് വെറുതെ നടക്കാമെന്ന് പറയാൻ പറ്റില്ല. 3 മാസം ജോലിയും വാങ്ങിക്കും. ആസ് ഓഫ് നൗ ഡിഗ്രി എന്തെങ്കിലും ഡിഗ്രി കഴിഞ്ഞ് അല്ലെ ജാവ അറിയാമെന്ന് പറയുന്നവരെ വേണമെന്ന് പറഞ്ഞ് വി ഹാവ് about 650 ഓപ്പൺ പൊസിഷൻസ് അവൈലബിൾ ബോത്ത് ഇൻ കേരള ആൻഡ് ഔട്ട്സൈഡ് കേരള. പൂനെയിലൊക്കെയുള്ള പല കമ്പനികളും. Google Meet വഴി വൈകുന്നേരം Google Meet വഴി ഇഷ്ടമാണ് ലാപ്ടോപ്പ് എല്ലാം സപ്പോർട്ട് എല്ലാം. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അഖിലെന്ന് പറയുന്ന ആളിന്റെ എക്സാമ്പിൾ പറഞ്ഞില്ലേ, അദ്ദേഹത്തിന് അത് എഞ്ചിനീയറിംഗ് പോയതേ ഉള്ളൂ, പഠിച്ചില്ലേക്ക് ഇറങ്ങിപ്പോകും. അപ്പൊ പുള്ളിയുടെ ക്വാളിഫിക്കേഷൻ 12ാം ക്ലാസ് യോഗ്യത, MSc വർക്ക് ചെയ്യുന്നിപ്പോ. അപ്പൊ നമ്മുടെ ഈ ചിന്തയാണ് നമ്മളെ പുറകോട്ട് വലിക്കുന്നത്. എടാ ഡിഗ്രി വേണം, എഞ്ചിനീയറിംഗ് വേണം, MCA വേണം, ജാവ വേണം, ആര് പറഞ്ഞു വേണം? ഞാൻ ജോലി വാങ്ങിച്ചു ഇൻട്രസ്റ്റ് ഡൂയിങ് ദാറ്റ്. ഞങ്ങൾ പഠിപ്പിക്കാൻ ഞങ്ങൾ ജോലി വാങ്ങിച്ചു അത് പിന്നെ സബിത എന്നോട് ചോദിച്ചു എന്റെ ഡെയിലി ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ. ആക്ച്വലി എന്റെ ഡെയിലി ആക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു മലക്കര കാതലിക്കാണ്. അപ്പം എല്ലാ ദിവസവും വിശുദ്ധ കുർബാന കാണാം. ലോക്ക്ഡൌണിന്റെ സമയത്ത് ഓൺലൈനാണ് കണ്ടത്, കാരണം പുറത്തൊന്നും നിർത്തിയില്ലായിരുന്നു. കഴിഞ്ഞ വർഷം മാർച്ച് 22-ാം തീയതി രാവിലെ മുഴുവത്തച്ഛൻ്റെ കുർബാന ഇവിടെ ഞങ്ങൾ രണ്ടുപേരുള്ള കുർബാന കണ്ടു. പിന്നെ ലോക്ക്ഡൌൺ ആയി, പിന്നെ ഓൺലൈനാണ് കണ്ടത്. പക്ഷെ ഓൺലൈൻ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും നേരിട്ട് പോകണം. ഇതിൻ്റെ ആളുകൾ ഒറ്റ ദിവസം പോലും മുടക്കിയിട്ടില്ല. ഞാൻ ഇവിടുന്ന് ബാംഗ്ലൂർ പോകണേ ഫ്ലൈറ്റ് ബുക്ക് ചെയ്യുന്നത് അവിടുത്തെ പള്ളി അല്ലെ ഏത് സ്ഥലത്ത് പോയാലും അവിടെ ഇവിടെ നിയറസ്റ്റ് ചർച്ചിൽ ഇവിടെ കുർബാനുണ്ട്, അത് നോക്കിയിട്ടാണ് ടൈം നോക്കിയിട്ടാണ് ട്രാവൽ ചെയ്യുന്നത്. ഷെഡ്യൂൾ ചെയ്യുന്ന പോലെയാണ്. അപ്പം അതിച്ചിരി മനക്കെട്ട പരിപാടിയാണ്. വീട്ടിൽ നിന്ന് ചെയ്യാൻ അരമണിക്കൂർ പരിപാടിയില്ല. ആ സമയത്ത് നമ്മൾ ഉണ്ടായിരിക്കും വേണം. 1/2 മണിക്കൂർ ചിലപ്പോൾ 1 മണിക്കൂർ പാടിച്ചു. So thank you very much. God bless you all. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളും ചോദിക്കാം. നിങ്ങൾക്ക് എന്റെ നമ്പർ വേണമെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എല്ലാവർക്കും ഫ്രീ ഓഫ് കോസ്റ്റ് ആയിരിക്കും. അത് ഞങ്ങളുടെ സ്ഥാപനമാണ്. ഇവിടെ മോട്ടിവേഷൻ ക്ലാസ് നടക്കുന്നത്. അപ്പോൾ 1-2 അവർ പോയി കിട്ടി ഉറങ്ങാന്നൊക്കെ പറഞ്ഞാണ് വന്നിരുന്നത്, ഫ്രണ്ടിനാണ് വന്നിരുന്നത്. പക്ഷേ ക്ലാസ് തുടങ്ങിയപ്പോൾ തന്നെ പ്രയറോടുകൂടി തുടങ്ങിയപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു പോസിറ്റീവ് എനർജി കിട്ടി. എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ഒരു പോസിറ്റീവ് എനർജി, അതുപോലെ നിങ്ങൾക്ക് കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. പിന്നെ സാറ് പറഞ്ഞ 10 പോയിന്റ്സ് അത് നമ്മൾ ഫോളോ ചെയ്ത് അവരുടെ എക്സ്പീരിയൻസ് നമ്മളോട് ഷെയർ ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായി അവർ ഫോളോ ചെയ്തത് കൊണ്ടാണ് അവർക്ക് ഒരു വലിയ അച്ചീവ്മെന്റ് എന്ന് പറയാൻ പറ്റും. അവർ ഒരുപാട് മാറി. അതേപോലെ നമ്മളും ഈ 10 കാര്യങ്ങൾ ഫോളോ ചെയ്താൽ നമുക്ക് ഒരുപാട് അച്ചീവ്മെന്റ് ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരും അത് ഫോളോ ചെയ്യുക. ഇത്രയും നല്ല ക്ലാസ് എടുത്ത സാറിനും സാറിന്റെ കൂടെ വന്നിട്ടുള്ളവർക്കും MSSന്റെയും DDUന്റെയും യുവകേരളത്തിന്റെയും പേരിൽ നന്ദി പറയുന്നു.